എനിക്കേശുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതീടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. മറന്നിടാതീടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകും എനിക്ക്. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകും എനിക്ക്. ആനന്ദ ജീവിത വഴിയിൽ നിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. ആനന്ദ ജീവിത വഴിയിൽ നിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. മറവിടമായി എനിക്കേശുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട. വരികയില്ല അവൻ എന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വരികയില്ല അവൻ എന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. മറവിടമാ എനിക്കേശുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. ഇതാ വേഗം ഞാൻ വാനവിരവിൽ, ഇനിയും വരും എന്നു അരുളി ചെയ്ത. ഇതാ വേഗം ഞാൻ വാനവിരവിൽ, ഇനിയും വരും എന്ന് അരുളി ചെയ്ത. ഈ നല്ല നാഥനെ കാണുവാനാ ഇരവും പകലും എന്നിൽ വസിച്ചിടുന്നു. ഈ നല്ല നാഥനെ കാണുവാനാ ഇരവും പകലും എന്നിൽ വസിച്ചിടുന്നു. മറവിടമായി എനിക്കേശുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട. വരികയില്ല അവൻ എന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വരികയില്ല അവൻ എന്നെ പിരികയില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. മറവിടമായി എനിക്കേശുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. മറന്നിടാതിവിടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. ഇതാ വേഗം ഞാൻ വാനവിരവിൽ, ഇനിയും വരും എന്ന് അരുളി ചെയ്ത. ഇതാ വേഗം ഞാൻ വാനവിരവിൽ, ഇനിയും വരുമെന്ന് അരുളി ചെയ്ത.
ഈ നല്ല നാഥനെ കാണുവാനാ ഇരവും പകലും എന്നീ വസിച്ചിടുന്നു. ഈ നല്ല നാഥനെ കാണുവാനാ ഇരവും പകലും എന്നീ വസിച്ചിടുന്നു. മറവിടമാൻ എനിക്കേശുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടായി വീടെന്നെ കരുതിയിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് സ്തോത്രം ചെയ്യാം. വീണ്ടും ഈ രാത്രിയില് സന്ധ്യാസമയത്ത് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും സാവകാശവും ഒക്കെ തന്നതോർത്ത് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിന്റെ 7ാമത്തെ ദിവസമാണ്. ദൈവത്തിന്റെ ദാസൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവദാസനെ ഓർത്ത് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. പ്രാർത്ഥിക്കുക. ദൈവം തന്നിലൂടെ നമുക്ക് ആവശ്യമാർന്ന ദൈവത്തിന്റെ വചനം തന്ന് നമ്മെ ബലപ്പെടുത്തുവാൻ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പി.ടി. തോമസ് സാറിനെ ക്ഷണിക്കുന്നു. സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. നമുക്കെന്നും ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ കർത്താവ് നൽകിയ ഈ ഭാഗ്യകരമായ അവസരത്തിനായി ഞാൻ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. മീറ്റിംഗിൽ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ ഗർസീൻ പാസ്റ്റർക്കും അദ്ദേഹത്തോടൊപ്പം ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്ന കൂട്ട ശുശ്രൂഷകന്മാർക്കും സഹോദരങ്ങൾ എല്ലാവർക്കും പല സ്ഥലങ്ങളിൽ നിന്നായി ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഞങ്ങളോട് ഒരുമിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഹൃദയപൂർവ്വമായുള്ള വന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ പകലും നമ്മളൊക്കെ ആയിരുന്ന ഇടങ്ങളിൽ തിരുമയുടെ പരിപാലനവും സംരക്ഷണവും അനുഭവിക്കുവാൻ കർത്താവ് നമ്മളിൽ പ്രസാദിച്ചു. സന്ധ്യയെങ്കിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സ്ഥലം കൂടി വരുവാൻ കൃപ നൽകിയല്ലോ. സന്തോഷത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന തിരുവചന സത്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണമെന്ന് പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴാണ് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചും നിങ്ങൾ ഇതിനെ ഗൗരവമായി എടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും എനിക്ക് ബോധം വരുന്നത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ല വിയോജിപ്പുണ്ടെങ്കിൽ പോലും നിങ്ങളത് പറയുവാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിക്കണം. സ്തോത്രം. അതിന് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. വിശുദ്ധീകരണം എന്നുള്ളതാണല്ലോ നീതീകരണത്തെ കുറിച്ച് നമ്മൾ ചുരുക്കമായിട്ട് ചിന്തിച്ചു. വിശുദ്ധീകരണമാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്നലെ വിശുദ്ധീകരണം നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിലാണ് നടക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. നീതീകരണത്തിൽ നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധിക്കുന്നു. നീതീകരണത്തിൽ. വിശുദ്ധീകരണത്തിൽ നമ്മളുടെ ദേഹിയുടെ വീണ്ടെടുപ്പ് സാധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ഓവർനൈറ്റ്, ഒരു രാത്രി കൊണ്ട്, ചില മണിക്കൂർ കൊണ്ടോ ചില നിമിഷം കൊണ്ടോ ഉണ്ടാകുന്നതല്ല. എന്നാൽ ഈ നീതീകരണം എന്ന് പറയുന്നത് ഹൃദയപൂർവ്വം ഒരുവൻ കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിനെ അംഗീകരിച്ച്, ഏറ്റുപറഞ്ഞ് കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുമ്പോൾ, സ്തോത്രം, അവന്റെ ജീവിതത്തിൽ ആ നീതീകരണത്തിന്റെ അനുഭവം പ്രാപിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. അത് ഒരു നിമിഷം കൊണ്ട് നടക്കുന്നു എങ്കിൽ പോലും അതിനു മുമ്പുള്ള ദൈവപ്രവൃത്തി ാണ്. ഒന്നാമത് നമ്മൾ കാണുന്നുണ്ടല്ലോ, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. മാത്രമല്ല, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിതാവ് ആകർഷിക്കുന്നു, നിത്യജീവനായി നിയമിക്കപ്പെട്ടവരാണെന്നുള്ളത് കർത്താവ് മുന്നറിഞ്ഞ് അവരെ ആത്മീയ വിഷയങ്ങളിൽ താല്പര്യമുള്ളവരും ദൈവത്തിൽ തൽപരരുമാണെന്നുള്ളത് കർത്താവരെ മുന്നറിഞ്ഞിട്ടാണ്, സ്തോത്രം, അവരെ മുൻ നിയമിക്കുന്നത്. നമ്മള് റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ 8-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മുൻ അറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരുടെ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അവിടെ വിശുദ്ധീകരണം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചിലർ പറയാറുണ്ട്. ആ നീതീകരണത്തിൽ വിശുദ്ധീകരണം ആരംഭിച്ചു കഴിഞ്ഞു.
നീതീകരണത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മളെ തന്നെ കർത്താവിനായി വേർതിരിച്ച് സമർപ്പിക്കുകയാണ്. കർത്താവിനായി നമ്മളെ വേർതിരിച്ച് സമർപ്പിക്കുമ്പോൾ ആ വേർതിരിവിൽ നമ്മുടെ നീതീകരണത്തിന് നമ്മുടെ വിശുദ്ധീകരണത്തിന് തുടക്കം കുറിച്ചു. സ്തോത്രം. അതുകൊണ്ടാണ് അത് അവിടെ എടുത്തു പറഞ്ഞിട്ടില്ലാത്തത്. സ്തോത്രം. മാത്രമല്ല, നീതീകരണത്തിനും വിശുദ്ധീകരണത്തിനും തേജസ്കരണവും ആരംഭിച്ചു കഴിഞ്ഞു. അത് കർത്താവ് ചോദിച്ചാൽ നമുക്ക് വിനച്ചിരിക്കുക. അത് വിളിച്ചവരെ നീതീകരിച്ച തേജസ്കരിച്ചും ഇരിക്കുന്നു എന്നാണല്ലോ. അതിന്റെ വിശദീകരണങ്ങളൊക്കെ പിന്നെ കർത്താവ് ചോദിച്ചാൽ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വിശുദ്ധീകരണം ദേഹിയുടെ മണ്ഡലത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇനി ദേഹിയുടെ മണ്ഡലത്തിൽ എന്തൊക്കെയാണുള്ളത്? ദേഹിയുടെ മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ബന്ധങ്ങൾ ദേഹിയിലാണ്. ചിന്തയിൽ മാറ്റം ഉണ്ടാകുന്നു. മീൻസ് സാങ്ക്ടിഫിക്കേഷൻ കമ്മിറ്റ്സ് ഇൻ സോറി, I couldn't read the message. Sorry, I'll read it later. I couldn't read the message fully. Somebody has asked a question, but I couldn't read the message fully. The first 2 lines only I could read. ഓക്കെ. അല്ല, ആ വ്യക്തി ഒന്ന് ചോദിക്കുകയാണെങ്കിൽ, മൈക്ക് ഒന്ന് ഓൺ ചെയ്തിട്ടൊന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ മറുപടി പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ പിന്നീട് പറയാം. സ്തോത്രം. അതെ, എന്തോ My question is, if a person undergoing sanctification commits sin, ഒരു വാക്യമുണ്ടല്ലോ, നീ ഒരു യാഗവും ശേഷിക്കുന്നില്ല എന്നുള്ളത്, അത് ഈ അതെ എബ്രായ ലേഖനത്തിലുണ്ട്. അതിനെ കുറിച്ച് പറയാം. ഓക്കെ, അതിനെക്കുറിച്ച് പറയാം. തീർച്ചയായിട്ടും പറയാം. സ്തോത്രം. അതായത് വിശുദ്ധീകരണത്തിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട ശേഷം വീണ്ടും ജനിച്ച ഒരു ദൈവവേദന പിന്നെ പാപത്തിൽ വീണു പോയാൽ അവന് പിന്നെ ഒരു യാഗവും ശേഷിച്ചിട്ടില്ല എന്നുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലെ വാക്യമാണ് എന്റെ സഹോദരൻ എന്നെ ഓർമ്മിപ്പിച്ചത്. അവിടെ 10-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷ എതിരെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുള്ളൂ. മനഃപൂർവമായി പാപം ചെയ്താൽ, ഇഫ് ഹി വിൽഫുള്ളി കമ്മിറ്റ്സ് സിൻ, മനഃപൂർവമായി നമുക്ക് പാപം പങ്കിലമായ സമൂഹത്തിൽ, ലോകത്തിൽ, പാപത്തിന് അധീനമായ ശരീരത്തിൽ, ആ ഉള്ളിൽ പാപപ്രകൃതമുള്ളവരായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ നിർഭാഗ്യവശാൽ ചിലപ്പോൾ ഒരു അബദ്ധം, ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ, ഒരു പാപപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്തോത്രം. കാരണം നമ്മൾ ബലഹീനരായതുകൊണ്ട്. എന്നാൽ അത് മനഃപൂർവമായി പാപം ചെയ്യുന്നത് വേറെ. നോക്കണേ, മനഃപൂർവമായി പാപം ചെയ്താൽ അത് ആ പാപത്തിൽ അവൻ തുടർന്നുകൊണ്ടിരിക്കും. സൗരങ്ങളെ, ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തെറ്റായ ഒരാശയം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ആശയത്തിനനുസരിച്ച് ജീവിക്കും. ഫോർ എക്സാമ്പിൾ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഒന്നും നോക്കാനില്ല, എല്ലാം കർത്താവ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ ഒന്നും പ്രവർത്തിക്കാനില്ല, ഹി ഈസ് അബ്സല്യൂട്ട്ലി ഫ്രീ എന്നുള്ള ആശയം. അതൊരു കാൽവിനിസ്റ്റിക് ചിന്തയില്ല. നമ്മുടെ ഇടയിൽ പോലും ഈ കാൽവിനിസ്റ്റിക് ചിന്ത അതിന്റെ ഒരു മൈൽഡ് രൂപത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അത് അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നാൽ മനഃപൂർവ്വം പാപം ചെയ്യും. അല്ല, മനഃപൂർവ്വമായിട്ടല്ലെങ്കിലും അവൻ പാപം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അത് മനുഷ്യനോട് നമ്മുടെ ആ പാപപ്രവൃത്തിയുടെ തിക്തഫലം അനുഭവിച്ച ഒരു കൂട്ട സഹോദരനോ പുറത്തുള്ള ഒരു സഹജീവിയോ ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ ഏറ്റുപറഞ്ഞ് അത് ഉപേക്ഷിക്കണം. മാത്രമല്ല, അത് നഷ്ടപരിഹാരം വരുത്തുവാൻ കഴിയുന്നതാണെങ്കിൽ നമ്മളാൽ ആവോളം അതിന് നഷ്ടപരിഹാരം വരുത്തുവാനും നമ്മൾ മുതിരണം. സ്തോത്രം. അല്ലെങ്കിൽ മനഃപൂർവ്വം പാപം, ബ്രദർ പറഞ്ഞ അതിന് ഉത്തരവായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുമ്പോട്ട് പോട്ടെ. അപ്പോൾ തെറ്റായ ആശയം, അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഇമ്പോർട്ടൻസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ശക്തമായി പ്രേരണ തന്നിരിക്കുന്നത്.
ഐ എം കമ്മിങ് ടു ദാറ്റ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിച്ചു കാണും, ഓ എന്നൊക്കെയായി ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണോ പറയണത് എന്ന് ചിന്തിച്ചു കാണും. അങ്ങനെ ചിന്തിക്കുന്നതിനകത്ത് ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കുകയില്ല. നിങ്ങൾ ചിന്തിക്കണമെന്നാണ് എൻ്റെ ചിന്ത, സ്വാഭാവികമായിട്ടും. പ്രിയപ്പെട്ടവരെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ബന്ധങ്ങൾ ദേഹിയുടെ മണ്ഡലത്തിലാണ്. കർത്താവിനോടുള്ള ബന്ധത്തെക്കാൾ കൂടിയ ഒരു ബന്ധവും നമ്മുടെ ജീവിതത്തിൽ പാടുള്ളതല്ല. ലൂക്കോസ് 14:25 വാക്യം ഞാൻ ഉദ്ധരിച്ചല്ലോ. മറ്റുള്ളവരെ വെറുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുക്കണം എന്ന് പറഞ്ഞാൽ അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സൗരങ്ങളെയും എല്ലാം വെറുക്കണം, ജീവനെ പോലും പകയ്ക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന്റെ അർത്ഥം ഞാൻ ശ്രദ്ധിക്കണേ. അതായത് കർത്താവ് എപ്പോഴും അബ്സല്യൂട്ട് ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ള വാക്കുകൾ, ശക്തിയേറിയ വാക്കുകൾ. കർത്താവിന് അൺഇക്വിവോക്കൽ എന്ന് ഇംഗ്ലീഷ് ഒരു വാക്കുണ്ടല്ലോ, അൺഇക്വിവോക്കൽ. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ നോട്ട് ബി ഇന്റർപ്രറ്റഡ് ദിസ് വേ ഓർ ദാറ്റ് വേ, ബട്ട് the meaning, the message is pointed and sharp and powerful. അതാണ് അബ്സല്യൂട്ട് ലാംഗ്വേജ് ആണ് കർത്താവ് എപ്പോഴും ഉപയോഗിച്ചത്. എപ്പോഴും അബ്സല്യൂട്ട് ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ, കർത്താവ് പറഞ്ഞ ഒരു മാറ്റം വരണമെന്ന് പറഞ്ഞ് വീണ്ടും ജനിക്കണമെന്നാ പറഞ്ഞത്. കർത്താവിന്റെ മരണത്തിൽ നമുക്കുള്ള പങ്കും നമ്മുടെ ഉത്തരവാദിത്വവും ഏറ്റുപറയണം എന്നുള്ളത്, നിങ്ങൾ എന്റെ മാംസം തിന്നണം, നിങ്ങൾ എന്റെ രക്തം കുടിക്കണമെന്നാ പറഞ്ഞത്, അല്ലേ? മാംസം തിന്നണം, എന്റെ രക്തം. എന്തു പറയണത്? മാംസം തിന്നണമെന്നും രക്തം കുടിക്കണം, അതിന്റെയൊക്കെ വിശദീകരണം ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. മുമ്പ് നോക്കട്ടെ. അപ്പോൾ അബ്സല്യൂട്ട് ലാംഗ്വേജാ. മാത്രമാണോ കർത്താവ് പറയുന്നത്? ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയും. എന്തൊരു പോയിന്റഡ് ലാംഗ്വേജാ, എന്തൊരു ഷാർപ്പ്, എന്തൊരു പവർഫുൾ, പിൻ പോയിന്റഡ് വേർഡ്സ് അല്ലേ? സ്തോത്രം. അതുപോലെയാ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ വെറുക്കണം. വെറുക്കണമെന്ന് പറഞ്ഞാൽ അവരെ എന്താ, അവരോട് പിണക്കം ഉണ്ടാക്കണമെന്നല്ല. പിന്നെ കമ്പാരറ്റീവ്ലി കർത്താവിനുള്ള സ്നേഹത്തിന് മുമ്പിൽ വരുമ്പോൾ മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധം അത് വെറുക്കുന്നത് പോലെ ഇരിക്കണമെന്ന് അതിന്റെ അർത്ഥം. ഒരു പാട്ട് പണ്ട് പാടുന്നൊരു പാട്ട് ഇടയ്ക്ക് നമ്മൾ ഇപ്പോഴും പാടുന്നത് കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു ഒരു സഹോദരിയോ മറ്റോ എഴുതിയായിരിക്കാനാണ് സാധ്യത. അതിനകത്ത് ഇങ്ങനെയാണ് പാടുന്നത്: ഉലകിൽ എൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയനായ പ്രിയനുമുണ്ട്. അത് ഭർത്താവായിരിക്കും. എങ്കിലോ കാൽവറി സ്നേഹത്തിന് മുമ്പിലായി അലിഞ്ഞുപോം ഇവയെല്ലാം മഞ്ഞുപോലെ. കണ്ടോ? സ്തോത്രം. അതാണ് കാൽവറി സ്നേഹത്തിന് മുമ്പിൽ. ഉദാഹരണം പറഞ്ഞാൽ, ചിലപ്പോൾ നമ്മുടെ ഈ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ ചിലപ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് അവർ മറന്നു പോകും. സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ചെയ്താൽ മീൻസ് രാത്രിയിൽ അത് പ്രകാശിച്ചു നിൽക്കും, നല്ല വെളിച്ചമായിരിക്കും ആ സ്ട്രീറ്റ് ലൈറ്റിൽ. പക്ഷേ നോക്കണേ, 12 മണിക്ക് പകൽ 12 മണിക്ക് ആ സ്ട്രീറ്റ് ലൈറ്റ് കത്തിയുന്ന ആരും ശ്രദ്ധിക്കത്ത് പോലുമില്ല, ആരും ശ്രദ്ധിക്കത്ത് പോലുമില്ല. അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടെന്ന് അറിയുകയില്ല. ഇതുപോലെ അപ്പൊ നട്ടുച്ച വെയിലത്ത് കത്തിച്ചു വെച്ച ഒരു മെഴുകുതിരിക്കാല് പോലെയാകും ദൈവസ്നേഹത്തിന്റെ മുമ്പിൽ മറ്റുള്ളവരോടുള്ള സ്നേഹം. അതാണ് അതിന്റെ അർത്ഥം. ബന്ധങ്ങൾ മറ്റെന്തിനേക്കാളും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ബന്ധമാണ് ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ആസ്വാദ്യത, എൻജോയ്മെന്റ്സ്, അത് ദേഹിയിലാണ്. ആസ്വാദ്യത. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിന് ആസ്വദിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആസ്വാദ്യകരമായിരിക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു ഭക്തനായ യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ ആ വാക്കുകൾ ഞാനിവിടെ ഉദ്ധരിച്ചു. 15-ാം അധ്യായം 16-17 വാക്യങ്ങൾ ഓർക്കാൻ എളുപ്പമാ റെഫറൻസ് കേട്ടോ. യിരെമ്യാ 15-ാം അധ്യായം 16, 17 വാക്യങ്ങൾ. നിന്റെ വചനങ്ങൾ എനിക്ക് ആനന്ദമാകുന്നു, സന്തോഷമാകുന്നു. തട്ടുതാഴെ പറയുക, കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഉല്ലസിച്ചിട്ടില്ല. നോക്കണേ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉല്ലാസങ്ങളിൽ പങ്കുകാരിയാകുക അല്ല, പിന്നെ നമ്മൾ ആനന്ദത്തിൽ പങ്കുകാരാകണം. ഇന്നിപ്പോൾ വന്ന് ഒരു പ്ലഷർ സീക്കിംഗ് ജനറേഷനാണ്. ഇന്നിപ്പോൾ ബേസിക് നീഡ്സ് ഓഫ് ലൈഫ് ആർ മെറ്റ് ഓൾറെഡി. ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ എന്ന് പണ്ട് പറയുമായിരുന്നു. ഫുഡ്, ക്ലോത്ത്. എന്റെ ചെറുപ്പത്തിൽ മീൻസ് ഇങ്ങനെ സമരം ചെയ്യുന്നതൊക്കെ എന്റെ ഓർമ്മയിലുണ്ട്.
അരി എവിടെ, തുണി എവിടെ, പറയൂ പറയൂ സർക്കാർ എന്നായിരുന്നു. ഇന്നിപ്പോ അതൊന്നും പറയണ, അരി ഇഷ്ടം പോലെ ഉണ്ട്, തുണി ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം എന്തുടുക്കണമെന്നാലും ഏതുടുക്കണമെന്ന, എന്ത് കഴിക്കണമെന്നാലും ഏത് കഴിക്കണമെന്ന, അല്ലെ? സ്തോത്രം. അപ്പോൾ ആ ബേസിക് നീഡ്സ് അത് നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഇപ്പോൾ ഉല്ലാസങ്ങളിലേക്കാ തിരിയുന്നത്. ഉല്ലാസങ്ങളിലേക്കാ, എൻജോയ്മെന്റ്സ്, അതിലേക്ക് നമ്മളങ്ങ് തിരിഞ്ഞു പ്രിയപ്പെട്ടവരെ. എന്നാൽ ഒരു ദൈവോപായത്തിലെ സംബന്ധിച്ചിട സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്തെന്നും പ്രമോദങ്ങളുമുണ്ട് എന്നുള്ള ആ ആനന്ദകരമായ അനുഭവം, അതിൽ ആസ്വാദ്യത, കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ സന്തോഷം അനുഭവിക്കുന്ന ആ അനുഭവമാണ് സ്തോത്രം നമ്മുടെ ദേഹിയിൽ നമ്മൾ അനുഭവിക്കേണ്ടത്. ആത്മാവിലും ഹൃദയത്തിലും നോക്കണേ നമ്മൾ അനുഭവിക്കേണ്ടത് അതാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. സ്തോത്രം. മാന്നീർ തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് ഇതിനോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ആത്മാവ് ചേരുവാൻ കാക്ഷിക്കുന്നത് പോലെ പിന്നെ 63-ാം എൻ്റെ ദേഹം നിനക്കായി ദാഹിക്കുന്നു. സ്തോത്രം. 63-ാം സങ്കീർത്തനത്തിൽ യഹൂദ്യ മരുഭൂമിയിൽ ഇരുന്നുകൊണ്ടാണ് ദാവീദ് ആ സങ്കീർത്തനം എഴുതിയ തലക്കെട്ടി പറയുന്നുണ്ട്, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്ന് പറഞ്ഞാൽ ഹി വാസ് റണ്ണിങ് അറൗണ്ട് ലൈക്ക് ആസ് എ ഫ്യൂജിറ്റീവ്, ഒരു ഫ്യൂജിറ്റീവായിട്ട്, ഒരു അഭയാർത്ഥിയെ പോലെ മരുഭൂമിയിലും മറ്റും ഓടി നടക്കുന്ന കാലം ദാവീദ്. ആ ഓടി നടക്കുന്ന കാലത്ത് സാധാരണ ഇങ്ങനെ മരുഭൂമിയിലൊക്കെ താമസിക്കുമ്പോൾ രാത്രി ഗുഹയിലെങ്ങാനും കടന്ന് പാർക്കും. എന്നിട്ട് രാവിലെ ഇറങ്ങിയാൽ ആദ്യം ആളുകൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? എവിടെങ്കിലും അടുത്ത് മരുപ്പച്ച ഉണ്ടോ എന്ന് തപ്പും. കാര്യം സൂര്യൻ ഉദിച്ചു പൊങ്ങിയാൽ പിന്നെ മരീചികയാണ്. മരീചിക, മൃഗതൃഷ്ണ, മരീചിക. അത് മരീചിക പൊങ്ങിയാൽ പിന്നെ വെള്ളം ഉണ്ടോന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകും. ഇനി മരീചിക പൊങ്ങുമ്പോൾ മീൻസ് അത് വെള്ളം പോലെ തോന്നും. അതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വെള്ളമുണ്ടോ എന്ന് ഇവർ അന്വേഷിച്ച് നടക്കും. മരിപ്പച്ച ഉണ്ടോ എന്ന് അന്വേഷിക്കും. അതാണ് മരുഭൂമിയിൽ ആദ്യം ഉണർന്നാൽ ഉടനെ അവർ വെള്ളമുണ്ട് ഇവിടെ ഉണ്ടോന്നാ തപ്പുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ദാവീദ് പറയുന്നുണ്ടോ, 63-ാം സംഘം ദാവീദിന്റെ ഒരു സംഘം, അവൻ യഹൂദ മരുഭൂമിയിൽ ഇരിക്കും കാലത്ത് ചമച്ചത്. രാത്രി ഗുഹയെ രാപാർത്തു, എന്നിട്ട് രാവിലെ എഴുതൊരു ഗുഹാമുഖത്ത് വന്നിട്ട്, ദൈവമേ നീ എൻ്റെ ദൈവം, ആദികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. സ്തോത്രം. എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. അതിന് ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഉള്ളം കർത്താവിന് സാന്നിധ്യത്തിനെ ആഗ്രഹിക്കും. പക്ഷേ ശരീരത്തിന് ഒരിറ്റ് വെള്ളമാവിടെ അല്ല, എൻ്റെ ദേഹവും നിനക്കായി കാക്ഷിക്കുന്നു എന്ന് പറയുന്ന സ്തോത്രം. ഇതാണ് ഒരു ഭക്തന്റെ അനുഭവം എന്ന് പറയുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആസ്വാദ്യത. സ്തോത്രം. പ്രാർത്ഥനാ സമയം ആസ്വദിക്കുന്ന എത്ര പേരുണ്ട്? How many of us enjoy the time of prayer? സ്തോത്രം. വിശുദ്ധീകരണത്തിൽ എനിക്ക് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് മുമ്പോട്ട്. എൻ്റെ കൂടെ വരണേ നിങ്ങൾ. അപ്പൊ ആസ്വാദ്യത. സ്തോത്രം. ഈവൻ ഭക്ഷണം പോലും ഞാൻ പറഞ്ഞല്ലോ. സ്തോത്രം. ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇപ്പൊ നമ്മുടെ ഇടയിൽ വലിയൊരു ചിന്ത വന്നിട്ടുണ്ട്, പുറമേ ഉള്ളതൊന്നും ദൈവം നോക്കുന്നില്ല, ദൈവം അകമേ നോക്കുന്നുള്ളത്. ആര് പറഞ്ഞ അകമേ നോക്കുന്നുള്ളെന്ന്? മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ അകമേ ഉള്ളത് നോക്കുന്നു പറഞ്ഞ് ദൈവം പുറം നോക്കുന്നില്ലെന്ന് അതിനർത്ഥമില്ല. മനുഷ്യന് അകം നോക്കാൻ കഴിയുകയില്ല, ദൈവം അകമാ നോക്കുന്നത് പ്രധാനമായും. പക്ഷെ പുറവും അവിടുത്തേക്ക് പ്രധാനമാണ്. കാരണം ശ്രദ്ധിക്കണേ, അവന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. ഞാൻ ഇന്നലെ രാത്രി ഓർപ്പിച്ചല്ലോ. സ്തോത്രം. വാട്ട് ഡു വി തിങ്ക്? നമ്മൾ എന്നാ പറയണേ? നമ്മളെ ഈ ദുർഗന്ധം വമിക്കുന്ന, ബലഹീനതയുള്ള, രോഗാതുരമായ, പരിമിതികളുള്ള, തളർച്ചയുള്ള നമ്മുടെ ഈ ബലഹീന ശരീരം അവിടുത്തെ മന്ദിരമായി സ്വീകരിപ്പാൻ കർത്താവിന് പ്രസാദമായി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. സ്തോത്രം. കർത്താവിന് അങ്ങനെ പ്രസാദമായി. ഇനി ഈ മന്ദിരത്തെ കുറിച്ച് അവിടുത്തേക്ക് എരിവുണ്ട്.
യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്നു. എന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. സ്തോത്രം. ഇന്ന് അവിടുത്തെ ആലയം ഞാനും നിങ്ങളുമാ. നമ്മുടെ ശരീരം അവിടുത്തെ മന്ദിരമാ. നമ്മുടെ മന്ദിരത്തെ കുറിച്ച് ദൈവത്തിന് എരിവുണ്ട്. ഹൗ ഡു വി കീപ് അവർ ബോഡി ഈസ് ഇമ്പോർട്ടന്റ് ടു ദ ലോർഡ്. We should not make our body a showpiece before the enjoyment of the world, before the world for their enjoyment. പാപികളായ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ അവരുടെ ദൂഷിച്ച ജഡിക താല്പര്യങ്ങൾ തൃപ്തിപ്പെടുത്തത്തക്കതുപോലെ നമ്മുടെ ശരീരത്തെ ഒരു ഷോ പീസായി അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ നമുക്ക് അനുവാദമില്ല. God is interested in our body. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണം പോലും, എനിക്ക് സംഭവങ്ങളും ഉദാഹരണങ്ങളും പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ടെങ്കിലും നേരം പോകും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പറയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. ആട്ടെ, ഞാൻ മുമ്പോട്ട് പൊക്കളട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എനിക്ക് നിങ്ങൾ പറയാൻ ദൈവാത്മാവ് എനിക്ക് ശക്തമായ ഒരു നിയോഗം തന്നിരിക്കുന്ന കാര്യത്തിലേക്ക് ആ ഭാഗം പറഞ്ഞോട്ടെ. സി ഹൗ ഇമ്പോർട്ടന്റ് ഈസ് സാങ്ക്ടിഫിക്കേഷൻ ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ സാങ്ക്ടിഫിക്കേഷൻ അത് എത്ര പ്രധാനമാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പം വിചാരിക്കും, ഉപദേശി പറയുന്നത് അങ്ങ് സ്വർഗത്തിൽ ചെന്ന് കർത്താവിന്റെ വലത്ത് ഭാഗത്ത് അങ്ങ് കയറിയിരിക്കാനുള്ള ഏറ്റവും വലിയ ഉന്നത പദവി നേടാനുള്ളതിന്റെ കാര്യമൊക്കെ ആയിരിക്കും ഉപദേശി പറയുന്നത്. എനിക്ക് അതൊന്നും ഇല്ലേലും അങ്ങ് അവിടെ കടന്നുകൂടിയേച്ചാ മതി, സ്വർഗത്തിൽ കയറി പറ്റിയാ മതി. ഇങ്ങനെയുള്ള എന്നോട് പറഞ്ഞിട്ടുണ്ട് ആളുകൾ, നിങ്ങൾ പോയി അങ്ങ് കൊമ്പത്ത് പോയി അങ്ങ് ഇരുന്നു, നിങ്ങൾ ഇതൊക്കെ വലിയ വിശുദ്ധിയും കാണിച്ച് നിങ്ങൾ അങ്ങ് കൊമ്പത്ത് വരുന്നു, എനിക്ക് ആ വാതിൽ കാവൽക്കാരനായിട്ട് അവിടെ എങ്ങാണ് എഴുതേച്ചാ മതി എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളവരുണ്ട്. സഹോദരങ്ങളെ, സ്വർഗത്തിൽ വാതിൽ കാവൽക്കാരൊന്നും വേണ്ട കേട്ടോ. അത് യെരുശലേമിലെ ദൈവാലയത്തിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത് വാതിൽ കാവൽക്കാരൻ എന്നുള്ളത്. സമാഗമന കൂടാരത്തിന്റെ വാതിൽ കാവൽക്കാരുണ്ടായിരുന്നു, അതിന്റെ കാര്യമാണ് പറയുന്നത്. സ്വർഗത്തിൽ പാറാവുകാരെ വേണ്ട കേട്ടോ. എന്താ പറയണത് നിങ്ങള്? സ്വർഗത്തിൽ പാറാവുകാരില്ല. സ്വർഗത്തിലെ ദൈവത്തിന് അവിടെ സ്തോത്രം ആവശ്യമുള്ള, അല്ലെങ്കിൽ God is looking for a bride, not a bunch of servants, not a bunch of fugitives. ഒരു പറ്റം ഫ്യൂജിറ്റീവ്സിനെ അല്ല. അയ്യോ, ശ്രദ്ധിച്ചേ പറയാം. അതായത് സ്വർഗം ഒരു അഭയാർത്ഥി കേന്ദ്രമല്ല. നരകത്തിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് എങ്ങനെങ്കിലും മീൻസ് താടി തപ്പി കരയ്ക്ക് കയറി അങ്ങ് സ്വർഗത്തിൽ അഭയം തേടിയ ഒരു പറ്റം അഭയാർത്ഥികളുടെ അഭയാർത്ഥി കേന്ദ്രമല്ല സ്വർഗം. സ്വർഗം മണവാട്ടിയുടെ മണിയറയാണ്. മണവാട്ടിയുടെ മണിയറയാണ്, മറന്നു പോകരുത്. സ്തോത്രം. ഇത് ഞാൻ പറയുമ്പോ ചിലപ്പോ നിങ്ങളുടെ മനസ്സിൽ വന്നേക്കും, കേട്ടേ, സ്തോത്രം, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞില്ലേ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ വന്ന് നിങ്ങൾ ഇരിക്കേണ്ടത് പിന്നെയും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അങ്ങനെ പറയും. ആ വാക്യം അവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ടെന്നേ, നിങ്ങൾ ചെന്ന വലിയ മണിയറയ്ക്കകത്ത് കയറിയങ്ങിരുന്നോ, ഞങ്ങൾ അവിടെ ആ കുശിനിയിലോ ഒത്തിരി സ്ഥലങ്ങളുണ്ടല്ലോ, അനേകം വാസസ്ഥലങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും ഒരിടത്ത് ഞങ്ങൾ അങ്ങ് പോയേക്കാം. അങ്ങനെയും പൊന്നു സഹോദര, അങ്ങനെയും ചിന്തിക്കേണ്ട കേട്ടോ. അത് അതിന്റെ അർത്ഥം കേട്ടോ, എന്ന് ശ്രദ്ധിച്ചാ പറയാം. അതെ, ഈ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ സ്തോത്ര ആത്മമണവാട്ടിയായ സഭയുടെ പ്രതിനിധികളായ ശിഷ്യന്മാരെ തൻ്റെ കൈക്കുള്ളിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുന്ന വാക്കുകളാണ് ആ വാക്കുകൾ. അതായത് സ്തോത്രം, മീൻസ് യഹൂദന്മാരിടയിൽ വിവാഹ നിശ്ചയവും വിവാഹവും ഉണ്ടായിരുന്നു നമ്മുടെ ഇടയിലെ പോലെ. വിവാഹ നിശ്ചയം സാധാരണ നടക്കുന്ന മണവാട്ടിയുടെ വീട്ടിലാണ്. വിവാഹ നിശ്ചയത്തിന് കല്യാണം നടക്കുന്ന ദിവസവും കല്യാണം നടക്കുന്ന സമയവും തീരുമാനിക്കുകയല്ല, ബാക്കിയെല്ലാം തീരുമാനിക്കും. അതുകൊണ്ട് അവിടുത്തെ സൽക്കാരങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തീരുമാനം കഴിയുമ്പോൾ മണവാളൻ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് വരും. മുമ്പോട്ട് നടന്നു വന്നിട്ട് സദസ്സിന് അഭിമുഖമായി നിൽക്കും. സദസ്സിന് അഭിമുഖമായി നിൽക്കുമ്പോൾ മണവാട്ടിയെ കൂട്ടിക്കൊണ്ട്
ആളുകൾ ആരെങ്കിലും അടുത്ത ബന്ധുവിലൊരു മുമ്പോട്ട് വരും, തട്ടമൊക്കെ ഇട്ടിട്ടുണ്ടാകും. മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് മണവാളിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ മണവാളിന് ഒരു ഷോൾ പുതച്ചിട്ടുണ്ടാകും. ആ ഷോൾ ഇങ്ങനെ വിടർത്തി പിടിക്കും, ആ പുതപ്പ് അങ്ങോട്ട് വിടർത്തി പിടിക്കുമ്പോൾ ആ പുതപ്പിന്റെ ഉള്ളിലേക്ക് മണവാട്ടിയെ ചേർത്ത് നിർത്തും. മണവാട്ടിയെ ചേർത്ത് നിർത്തുമ്പോൾ ചേർത്ത് നിർത്തിയേച്ച് ആ ബന്ധു അങ്ങ് പോകും. അവൻ ആ പുതപ്പ് കൊണ്ട് അവളെ ചുറ്റിപ്പൊതിഞ്ഞിട്ട് വളരെ സ്നേഹത്തോടെ അവളോട് ഇത്തിരി നേരം സംസാരിക്കും. ഹൃദ്യമായ ഭാഷയിൽ വളരെ ഹൃദ്യമായി അവൾ അല്പസമയം സംസാരിച്ചിട്ട് പ്രത്യേകം ഒരു പളുങ്ക് പാത്രത്തിൽ അല്പം വീഞ്ഞ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അതെടുത്ത് ഇവളെ കുടിപ്പിച്ച ശേഷം പാത്രം തറയിൽ എറിഞ്ഞുടച്ചു കളയും. സിംബോളിക്കാണ്. അതിനുശേഷം അല്പനേരം കൂടി അവളോട് സ്നേഹത്തോടെ സംസാരിച്ച ശേഷം ഒടുവിൽ പറയുന്ന വാക്കുകൾ ഉച്ചത്തിലായിരിക്കട്ടെ, എന്റെ അപ്പന്റെ വീട്ടിൽ ഇഷ്ടം പോലെ സ്ഥല സൗകര്യങ്ങളുണ്ട്, എന്നാൽ ഇല്ലെങ്കിൽ നീ ഇതിനോടകം അറിയുമായിരുന്നു. എന്നാൽ നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാകയാൽ ഞാൻ നിനക്ക് വേണ്ടി മണിയറ ഒരുക്കാൻ പോകുകയാ. ഞാൻ പോയി നമ്മുടെ മണിയറ ഒരുക്കി തീർന്നാൽ ഞാൻ എത്രയും വേഗം വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാം. നീ നിന്റെ ഹൃദയത്തിൽ ചഞ്ചലമുണ്ടാകരുത്. നിനക്ക് എന്നെ വിശ്വസിക്കാം, നിനക്ക് ഈ വിവാഹത്തിന് വാക്ക് തന്നിരിക്കുന്ന പിതാവിനെ വിശ്വസിക്കാം. അവിടെ ഇഷ്ടം പോലെ സ്ഥല സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേക വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞേച്ച് പിന്നെ മണവാളൻ ഇരിക്കുകയില്ല. പിന്നെ മണവാളൻ അങ്ങ് നടന്നു പോകും. മണവാളൻ നടന്നു പോകുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ മണവാട് തൊട്ട് പുറകെ നടന്ന് അപ്പന്റെ വീടിന്റെ പുറംവാതിൽ പടി വരെ ചെല്ലും. വാതിൽപ്പടി കടക്കുകയില്ല, വാതിൽപ്പടിക്ക് ഉള്ളിൽ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ വാഹന മൃഗത്തിന് പുറത്ത് കയറിയോ കാൽനടയായോ അങ്ങ് നടന്ന് അപ്പന്റെ വീട്ടിലേക്ക് സ്ഥലമൊരുക്കാൻ പോകുന്ന മണവാളനെ മണവാട്ടി വഴിക്കണ്ണുമായി നോക്കി നിൽക്കും. കഴുത്ത് നീട്ടി ഉദ്വേഗത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവൻ കാഴ്ചയൊക്കെ മറഞ്ഞു കഴിഞ്ഞു. കണ്ണു മാറ്റാൻ മനസ്സില്ലാതിരിക്കുമ്പോൾ കഴുത്ത് വലിച്ചു നീട്ടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവളുടെ കൂട്ടുകാരികളായ 10 കന്യകമാർ ഓടി വന്ന് അവളുടെ ചുറ്റും നിന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങും. പാട്ടുകൾ പാടി നൃത്തം ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന പോലെ മടങ്ങി വന്ന് പിന്നെ മണവാളൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്ന കല്യാണ ദിവസം വരെ ഈ 10 കന്യകമാരുടെ അകമ്പടിയോടുകൂടിയാണ് ഇവൾ ഇരിക്കുന്നത്. സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ ആത്മമണവാളനായ കർത്താവ് തന്റെ ആത്മമണവാട്ടിയായ ദൈവസഭയുടെ പ്രതിനിധികളായ ആ 11 ശിഷ്യന്മാരെ ഒലിവുമലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒലിവുമലയിൽ വെച്ച് സ്തോത്രം അവരെ കൈ വിരിച്ച് അനുഗ്രഹിച്ചു. ആ കൈക്കുള്ളിൽ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞ വാക്കുകളാണ് യോഹന്നാൻ 14:1-2. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കണം, പിന്നെ നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞേച്ച് ആ കൈവിരിച്ച് അനുഗ്രഹിക്കുന്ന അതേ പോസിൽ അപ്പന്റെ വീട്ടിലേക്ക് കയറിപ്പോവുകയാ. സ്തോത്രം, ഹല്ലേലൂയ. കയറി പോകുമ്പോൾ സ്തോത്രം മണവാട്ടി അപ്പന്റെ വീടിന്റെ പുറം വാതിൽപ്പടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഉദ്വേഗത്തോടെ നോക്കി നിൽക്കുന്ന പോലെ മണവാളനെ സ്തോത്രം ആത്മമണവാളിനെ മണവാട്ടിയുടെ പ്രതിനിധികളായ അപ്പോസ്തലന്മാർ നോക്കി നിൽക്കുക. പെട്ടെന്ന് ഒരു മേഘം വന്നങ്ങ് മൂടി. അയ്യോ, ഒരു കാറ്റടിച്ചിരുന്നെങ്കിൽ വലിയ മേഘം ഒന്ന് മാറി നിങ്ങൾ ഗുരുനോക്കോടെ ഞങ്ങളുടെ ഗുരുവിനെ കാണാമായിരുന്നല്ലോ എന്ന് കരുതി അവർ പെടലിച്ചിരിക്കാതെ കണ്ണുപറിക്കാതെ നോക്കി നിൽക്കുമ്പോൾ മേഘം വഴി മാറിയില്ല. 2 മാലാഖമാർ ഭൂമിയിൽ പ്രത്യക്ഷരായി. സ്തോത്രം. 2 മാലാഖമാർ ഭൂമിയിൽ പ്രത്യക്ഷരായി. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങൾ ഇവിടെ സ്വർഗ്ഗാരോഹണം ചെയ്ത് യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിന് നിങ്ങൾ കണ്ടപോലെ അവൻ മടങ്ങി വരും എന്ന വാഗ്ദത്തം കൊടുത്തു. സ്തോത്രം. നോക്കണേ, 2 മാലാഖമാർ ഭൂമിയിൽ പ്രത്യക്ഷരായി. നോക്കണേ, 10 കന്യകമാർ അവിടെ ഓടി വന്ന് മണവാട്ടിയുടെ ചുറ്റും നിന്ന് പാട്ടുകൾ പാടുന്ന പോലെ. അതിനുശേഷം ഈ 10 കന്യകമാരുടെ അമ്പിളിയോടുകൂടി മണവാളൻ വരുന്നത് വരെ അവൾ കാത്തിരിക്കുന്നത് പോലെ 2 കൂട്ടം മാലാഖമാരുടെ ദൂതന്മാരുടെ പരിപാലനം അനുഭവിച്ചുകൊണ്ട് ദൈവസഭ സ്തോത്ര മണവാളനെ വരവിന് വേണ്ടി കാത്തിരിക്കുക. 1 ആത്മജീവികളായ ദൂതന്മാർ. സ്തോത്രം.
നമ്മള് അപകടങ്ങളിലും കഷ്ടങ്ങളിലും ഒക്കെ സ്തോത്രം പെടാൻ സാധ്യത ഉണ്ടായിരുന്നപ്പോൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് എന്റെ സാമർഥ്യം കൊണ്ട് ഞാൻ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ചെയ്ത് ഗിയർ ഡൗൺ ചെയ്ത് തിരിച്ചു മാറ്റിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നോ ബ്രദർ, ഗോഡ് ബൈ ഹിസ് ഏഞ്ചൽസ് പ്രൊട്ടക്റ്റഡ് യു. സ്തോത്രം. നമ്മൾ അറിയാത്ത എത്രയോ കഷ്ടങ്ങളിലാണ് മാലാഖമാരുടെ സംരക്ഷണം നമ്മൾ അനുഭവിക്കുന്നത്. സ്തോത്രം. മറ്റൊന്ന്, രണ്ടാമത്തെ കൂട്ടം കർത്താവിന്റെ വേലക്കാര്. നോക്കണേ, എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. ദൂതന്, സഭയിലെ ശുശ്രൂഷകന്മാരെ ദൂതന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഈ രണ്ട് കൂട്ടം ദൂതന്മാരുടെ സ്തോത്രം പ്രതിനിധികൾ. അതിന്റെ അടയാളമായിട്ടാണ് രണ്ട് ദൂതന്മാർ സ്തോത്രം അവിടെ പ്രത്യക്ഷരായത്. സഹോദരങ്ങളെ, അതെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, അവിടെ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും നമുക്കുള്ളതല്ല. സഭയ്ക്കുള്ളത് മണിയറയാണ്. മണവാട്ടിയായിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നത്. മണിയറയാ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവ് അത് ഒരുക്കാൻ പോയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, മണവാട്ടിയോട് പറയുന്ന വാക്കുകൾ കർത്താവ് അവിടെ ആവർത്തിക്കുകയായിരുന്നു കേട്ടോ. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഉപമകളിലെല്ലാം വിവാഹത്തിന് സാദൃശ്യം ആവർത്തിച്ച് കർത്താവ് ഉപയോഗിച്ചല്ലോ. 10 കന്യകമാരുടെ ഉപമ, മത്തായി 22 രാജാവിന്റെ മകന്റെ വിവാഹം വരുന്ന ഒരുക്കിയ അതിന്റെ ഉപമ. പിന്നെയും പൗലോസ്ലീഹായിലൂടെ പ്രത്യേകം അത് വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 11-ാം അധ്യായത്തിൽ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിർമ്മലിനെ ഏൽപ്പിക്കാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഈ നമ്മള് ഒരുങ്ങി കാത്തിരിക്കുന്ന ഇടവേള. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളവിടെ അഭയാർത്ഥികളായിട്ടല്ല പോകുന്നത്, നമ്മളവിടെ പോകുന്നത് മണവാട്ടിയായിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരുക്കം പ്രധാനമായിരിക്കുന്നത്. ഒരു വാക്യം കൂടെ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തി അല്പം കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന് 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, ഏതാ വാഗ്ദത്തങ്ങൾ? തൊട്ടുമേളിൽ പറഞ്ഞ കാര്യങ്ങളാണ് വാഗ്ദത്തങ്ങളായിട്ടുള്ളത്. സ്തോത്രം. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ? ഒന്ന്, കർത്താവ് നമ്മളിൽ അധിവസിക്കുന്നു എന്നുള്ള വാഗ്ദത്തമാണ് മേളിൽ പറഞ്ഞത്. നമ്മളെ അവിടുത്തെ മന്ദിരമായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ത്രിയേക ദൈവം നമ്മളിൽ അധിവസിക്കുന്നു. പരിശുദ്ധാത്മ നമ്മൾ അധിവസിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-19 നമ്മൾ ദൈവത്തിന്റെ ദാനമായി നമ്മളിലേക്ക് പരിശുദ്ധാത്മ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. പരിശുദ്ധാത്മ വസിക്കുന്നു. ഇനി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ പിന്നെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നമ്മളിൽ അധിവസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ വാക്യം, അതായത് യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നതിന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. കണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മ വസിക്കുന്നു, പിതാവ് വസിക്കുന്നു, പുത്രൻ വസിക്കുന്നു. അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എല്ലാവരിലും വസിക്കുന്നവനായ ദൈവവും പിതാവുമായവനെന്ന് പറയുന്നു. പിതാവ് നമ്മളിൽ വസിക്കുന്നു. പിന്നെയും കർത്താവ് യോഹന്നാൻ 15:4 കർത്താവ് പറയുക, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മ വസിക്കുന്നു, പിതാവ് വസിക്കുന്നു, പുത്രൻ വസിക്കുന്നു. കാര്യം നിലനിൽപ്പിൽ ഒരുമിച്ചാണ്. ശുശ്രൂഷയിൽ സ്വതന്ത്ര ത്രിയേക ദൈവത്തിലെ 3 ആളത്വങ്ങളും നിലനിൽപ്പിൽ ഒരുമിച്ചാ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ വസിക്കുമ്പോൾ പിതാവും പുത്രനും നമ്മളിൽ വസിക്കുന്നു. സോ എന്തൊരു പദവിയാ! ആ പദവി കൊണ്ട്, ഈ വാഗ്ദത്തം നമുക്ക് ലഭിച്ചുകൊണ്ട്, ഈ പദവി നമുക്ക് ലഭിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധിയെ തികയ്ക്കണം. സ്തോത്രം. പിന്നെ എന്താ രണ്ടാമത്? സ്തോത്രം. കർത്താവിന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അവന്റെ മന്ദിരത്തെ കുറിച്ച് കർത്താവിന് എരിവുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയപ്പെട്ടവര്, അടുത്തത്, ഏകസത്യ ദൈവം നമ്മുടെ ദൈവമായിരിക്കുകയും നാം അവിടുത്തെ പ്രിയജനമായിരിക്കുകയും ചെയ്യുന്നു. ആ വലിയ പദവി ദൈവം നമുക്ക് തന്നിരിക്കുക. അതാ മേളിൽ പറയുന്ന വാഗ്ദത്തം. 6-ാം അധ്യായത്തിലുള്ള വാഗ്ദത്തമുണ്ട്. ഏകസത്യ ദൈവം
നമ്മുടെ ദൈവവും നമുക്ക് ആ ദൈവത്തോടുള്ള വ്യക്തിബന്ധം ദൈവം അനുഭവിച്ചു തന്നിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അതാണല്ലോ നമ്മള് എഫെസ്യർ 2-ാം അധ്യായത്തിൽ 11 മുതൽ 18 വരെ നിങ്ങൾ വായിക്കണം. സ്തോത്രം. പിന്നെ പദ്ധതിരിക്കുന്ന വാഗ്ദത്തം, ദൈവം നമുക്ക് പിതാവും നാം അവിടുത്തെ മക്കളുമായിരിക്കുന്നു. നോക്കണേ, നമ്മൾ കൂട്ടവകാശികളായിരിക്കുന്നു. ഇതെല്ലാം വരുന്നത് ഒറ്റ വാക്യത്തിൽ നമുക്ക് ഒതുക്കാം. അത് മീൻസ് യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ, 1 യോഹന്നാൻ 2:25, ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. കർത്താവ് നമുക്ക് നിത്യജീവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് കൊണ്ട്, സ്തോത്രം, ആ നിത്യജീവന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ മീൻസ് വിശുദ്ധീകരണം പ്രധാനമാണ്. വിശുദ്ധീകരണം ഈസ് നോട്ട് ആൻ ഓപ്ഷണൽ തിങ്. സാങ്ക്ടിഫിക്കേഷൻ ഈസ് നോട്ട് ആൻ ഓപ്ഷണൽ തിങ്. ഇറ്റ് ഈസ് എ മാൻഡേറ്ററി എന്നങ്ങ് പറയാമോ? അപ്പോൾ ഇറ്റ് ഈസ് എ മസ്റ്റ്. ഇറ്റ് ഈസ് ആൻ അൺഅവോയ്ഡബിൾ തിങ്. നമ്മൾ വിശുദ്ധീകരണത്തിന് പ്രാധാന്യം കൊടുത്തേ കഴിയൂ. എന്താ നിങ്ങൾ വിചാരിക്കണത്? ജീസസ് ക്രൈസ്റ്റ് ഈസ് സ്റ്റിൽ എൻഗേജ്ഡ് ഇൻ ഹിസ് സാൽവേജ് മിഷൻ. കർത്താവ് ഇന്നും അവിടുത്തെ രക്ഷണ്യ ശുശ്രൂഷയിൽ വ്യാപൃതനാണ്. സ്തോത്രം. നമ്മള് എബ്രായ ലേഖനം 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷതയും രക്ഷയുടെ 3 ഘട്ടങ്ങളും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷതയും രക്ഷയുടെ 3 ഘട്ടങ്ങളും മീൻസ് എബ്രായ ലേഖനം 9-ാം അധ്യായം, അതിന്റെ ഞാൻ വേഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 24-ാം വാക്യം, ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തേക്കാൾ ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവത്തിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നു. എന്തിനാ പ്രത്യക്ഷനായിരിക്കുന്നത്? 7-ാം അധ്യായം 25-ാം വാക്യം, താൻ മുഖാന്തരമായി ദൈവത്തോട് എടുക്കുന്നവർക്ക് പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവരാകിൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. അവൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, രക്ഷയുടെ 2-ാം ഘട്ടത്തിൽ നമ്മളെ രക്ഷിക്കുവാൻ, പൂർണ്ണമായി രക്ഷിക്കുവാൻ പിതൃസന്നിധി അവിടുന്ന് പ്രത്യക്ഷനായിരിക്കുന്നു. കർത്താവ് അവിടുത്തെ രക്ഷണ്യ ശുശ്രൂഷയിൽ ഇപ്പോഴും വ്യാപൃതനാണ്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് രക്ഷയുടെ 2-ാം ഘട്ടത്തെ അവഗണിക്കുന്നു? പെന്തക്കോസ്തിലെ പോലും ബഹുഭൂരിപക്ഷം ആളുകളും രക്ഷയുടെ 2-ാം ഘട്ടമായ വിശുദ്ധീകരണത്തെ 2-ാം ഇടയായും അപ്രധാനമായും കാണുന്നതിൽ വളരെ ദുഃഖം തോന്നുന്നു. വിശുദ്ധീകരണം ഗൗരവമുള്ളതാണ്. എന്റെ കർത്താവ് രക്ഷണ്യ ശുശ്രൂഷയിൽ ഇപ്പോഴും വ്യാപൃതനായിരിക്കുന്നു. ഇനി അടുത്തത് കർത്താവിന്റെ പ്രത്യക്ഷത. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇനി 1-ാം പ്രത്യക്ഷതയാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. മീൻസ് 26-ാം വാക്യം, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപ പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അതിനാൽ നമുക്ക് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം ലഭിച്ചു. സ്തോത്രം. കർത്താവ്, മനസ്സിലായോ സഹോദരങ്ങളെ? ലോകാവസാനം എന്ന് പറഞ്ഞാൽ യുഗാവസാനത്തിൽ, കൃപായുഗത്തിന്റെ ആരംഭത്തിൽ, ന്യായപ്രമാണ യുഗത്തിന്റെ ഒടുവിൽ. അതാണ് ഗലാത്യർ 4:4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം നിന്റെ പുത്രനെ സ്ത്രീ ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചയച്ചു. ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷതയാൽ, സ്തോത്രം, ഹല്ലേലൂയ, രക്ഷയുടെ 1-ാം ഘട്ടം നമ്മൾ അനുഭവിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിലൊട്ടും കുറഞ്ഞതല്ല ഇപ്പൊ പിതൃസൽ പ്രത്യക്ഷനായിരിക്കുന്നത്. ഇനി അടുത്തത്, ഇനി 28-ാമത്തെ വാക്യം, ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെടും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ 2-ാമത് പ്രത്യക്ഷനാകും. 2-ാമത് മീൻസ് പ്രത്യക്ഷനാന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിതൃസലിന്റെ പ്രത്യക്ഷത ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. 3 പ്രത്യക്ഷതകളും അവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പാപം കൂടാതെ എന്ന് പറഞ്ഞാൽ പാപവുമായി ഒരു ഇടപാടുമില്ലാതെ, ഹാവിങ് നത്തിങ് ടു ഡു വിത്ത് സിൻ. ഹാവിങ് നത്തിങ് ടു ഡു വിത്ത് സിൻ. പാപം എന്ന പ്രശ്നവുമായി കർത്താവിന് ഒരു ഇടപാടുമില്ല. പാപിയുമായി ഒരു ഇടപാടുമില്ല. ഒരുവനെ വിശുദ്ധീകരിച്ച് കൊണ്ടുപോകാൻ കർത്താവ് വരുന്നില്ല. കഷ്ടം. സ്തോത്രം.
പാട്ടൊക്കെ ചില പാടിക്കൊണ്ടിരുന്നത്. പിന്മഴ പെയ്യണം, മാലിന്യം മാറണം, അതുവരെ മണവാട്ടി ഇവിടെ കിടന്ന് തീട്ടത്തിനകത്ത് കിടന്ന് ഉരുളട്ടെന്ന്. വേദപുസ്തകമായി പുലബന്ധം പോലും ഇല്ലാത്ത അത്തരം ചവറ്റുകൊട്ടെ കളയേണ്ട പാട്ടുകൾ ദയവ് ചെയ്ത് പാടരുത്. വിശീകരണം ചോദിച്ചാൽ ഒന്നാം തരമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ബൈബിളുമായി ഒരു ബന്ധവും അതിനില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവിന് മുമ്പ് വലിയൊരു ഉണർവല്ല ഉണ്ടാകുന്നത്. കർത്താവിന്റെ വരവിന് മുമ്പ് വിശ്വാസ ത്യാഗമുണ്ടാകും, അധർമ്മം പെരുകും. സ്തോത്രം. എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങിയപ്പോൾ മണവാളൻ വന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആരെ ഒരുക്കി കൊണ്ടുപോകാൻ ഒരു മണവാളിന് വരുന്നില്ല, ഒരു മണവാട്ടി ഒരുക്കി കൊണ്ടുപോകാൻ വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം. ആ ഒരുക്കത്തിന്റെ സമയമാണ് ഈ വിശുദ്ധീകരണത്തിന്റെ സമയം, രക്ഷയുടെ 2ാം ഘട്ടം. സ്തോത്രം. രക്ഷയുടെ 3ാം ഘട്ടം ഞാൻ പറഞ്ഞ മനസ്സിലായി. രക്ഷയുടെ 3ാം ഘട്ടം അതാണ് തേജസ്കരണം. അപ്പോൾ വിശുദ്ധീകരണത്തെ കുറച്ച് കാണരുത്. അത് ദേഹിയുടെ വീണ്ടെടുപ്പാണ്. ഇനി ദേഹിയുടെ വീണ്ടെടുപ്പിൽ വി ഹാവ് സംതിങ് ടു ഡു. സ്തോത്രം. ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് ആരാ പറഞ്ഞത് നിങ്ങളോട്? രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. സൽപ്രവർത്തികൾക്കായിട്ട് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. എന്റെ പൊന്നു സഹോദരങ്ങളെ, സ്തോത്രം. ഈ ആയുസിൽ നാം കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ ആവശ്യമുണ്ട്. അതാ സ്തോത്രം. കുഞ്ഞാടിന്റെ കല്യാണം വന്നല്ലോ. വെളിപ്പാട് 19:7 കുഞ്ഞാട് കല്യാണം വന്നിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ചവൻ മഹത്വം കൊടുക്കുക. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഒരുക്കാനുള്ള സകല പ്രൊവിഷൻസും കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അത് അപ്രോപ്രിയേറ്റ് ചെയ്ത് ഒരുക്കപ്പെടുവാനുള്ള ബാധ്യത നമുക്കുണ്ട്, മറക്കരുത്. ഹല്ലേലൂയ. അത് അപ്രോപ്രിയേറ്റ് ചെയ്ത് നമ്മൾ ഒരുങ്ങുവാൻ ആവശ്യമുണ്ട്. അതാ ദൈവത്തിൽ ജനിച്ച് തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഞാനിത് ഒത്തിരി ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്, എല്ലാം പറയാനൊന്നും നേരെയില്ല സൗരങ്ങളെ. സ്തോത്രം. നിങ്ങൾ ഒരു കാരണവശാലും രക്ഷയുടെ 2ാം ഘട്ടത്തെ അപ്രധാനമായി കാണരുത്. അപകടമാണ്. സ്തോത്രം. ദേഹിയുടെ വീണ്ടെടുപ്പ് പ്രധാനമാണ്. സ്തോത്രം. എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദേഹിയിലാണ് ബന്ധങ്ങൾ, ദേഹിയിലാണ് ആസ്വാദ്യത. ആസ്വാദ്യത എന്നൊക്കെ പറയുമ്പോൾ ഈ നീഡും ഡിസയറും നമ്മൾ തിരിച്ചറിയണം. നീഡും ഡിസയറും, ഈ ശരീരത്തിന് നീഡേ ഉള്ളൂ, ഡിസയർ ഇല്ല. ശരീരത്തിന് ആവശ്യങ്ങളേ ഉള്ളൂ, ആഗ്രഹങ്ങളില്ല. ആഗ്രഹങ്ങൾ ദേഹിയിൽ നിന്നും ആത്മാവിൽ നിന്നുമാണ്. ആത്മാഭിലാഷവും ജഡാഭിലാഷവും ഉണ്ട്. നോക്കണേ, ദേഹിയിൽ നിന്നും ആത്മാവിൽ നിന്നുമാണ് അഭിലാഷങ്ങൾ ഉണ്ടാകുന്നത്. എന്നിട്ട് ദേഹത്തെ ആ ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള ചട്ടുകമായി നമ്മൾ ദുരുപയോഗിച്ച് ശരീരത്തെ അപമാനിക്കുകയാണ്. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടേ സഹോദരങ്ങളെ. സ്തോത്രം. നോക്കണേ, സ്തോത്രം. ശരീരത്തെ അപമാനിക്കുകയാണ്. പാപ പ്രകൃതത്തിന്റെ തെറ്റായ താല്പര്യങ്ങൾ നിവർത്തിക്കുവാനായി ശരീരത്തെ ദുരുപയോഗിച്ച് പരിശുദ്ധാത്മാവിന്റെ മന്ദിരത്തെ അപമാനിക്കുന്നവർ, ആ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. വിശുദ്ധീകരണത്തിന് ഗൗരവം കൊടുക്കാത്തവർ, സ്തോത്രം, നിത്യനാശത്തിലേക്ക് നിവദിച്ചു പോകും. മനഃപൂർവ്വം പാപം ചെയ്യുന്നതിന് പിന്നെ ഒരു നീക്കുപോക്കില്ല. പാപത്തിൽ തുടരുന്നവർക്ക് അബദ്ധവശാൽ ഒരു പാപം ചെയ്തു, ഒരു തെറ്റ് ചെയ്തു, അനുതപിച്ച് കണ്ണുനീരോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ഉത്തരവാദിത്തമുണ്ട്. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അത് ഞാൻ പറഞ്ഞ നീഡും ഡിസയറും നമ്മൾ അത് വകതിരിച്ച് കാണണം. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ അധ്യാപികയോട്, നല്ല മിടുപിടിക്കുക ഒരു അധ്യാപികയായിരുന്നു, ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നതനുസരിച്ച് ഈ അധ്യാപികം പ്രൊമോഷൻ കിട്ടി വന്നിരുന്നു. അങ്ങനെ പല വർഷങ്ങൾ ആ അധ്യാപിക ഞങ്ങളെ പഠിപ്പിച്ചത്. ആ ആന്റിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല ദൈവവചനം പഠിക്കാൻ വലിയ താല്പര്യം ഉണ്ടാകത്തക്കതുപോലെ നല്ല അന്നേരം കവലെ കണ്ടേച്ച് വന്ന കാര്യം ഞങ്ങൾ പറയുന്ന മാതിരിയാ, നല്ല ഒന്നാന്തരമായി തന്മയത്വത്തോടുകൂടി ഓരോ കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ പഠിപ്പിച്ച കൂട്ടത്തിൽ ഇസ്രായേൽ മക്കള് പിന്നെ ഈ മത്സരിച്ചു, ഭക്ഷണം ചോദിച്ചോണ്ട്, ഇറച്ചി ചോദിച്ചോണ്ട് മത്സരിച്ചു എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ വഴി യാത്ര ചെയ്യല്ലേ, 40 വർഷം മരുഭൂമി യാത്രയാ. അപ്പൊ 30 വയസ്സുള്ള ഒരാൾ, ഓർത്ത് നോക്കി, ഒരു 30 അല്ലെങ്കിൽ 35 വയസ്സുള്ള ഒരാള്, അവൻ മരുഭൂമി ജനിച്ചവരാ. 35 വയസ്സുള്ളവൻ മരുഭൂമി ജനിച്ചവരാ. അവന് ഈ മന്ന അല്ലാതെ ഒന്നും അവൻ തിന്നിട്ടില്ല. അതാ നമ്മള് കൂടാരം ആദ്യം കരുതേണ്ട കാര്യം, ഞങ്ങളുടെ പ്രാണൻ പൊരിയുന്നു.
സാരമായി ഈ ഈ ഈ ഈ ഞങ്ങക്ക് വെറുപ്പ മന്ന അല്ല അതൊന്നുമില്ല അത് പറഞ്ഞ് കരഞ്ഞു. ഭയങ്കര സങ്കടം. ഇപ്പൊ അവര് പറഞ്ഞു ചിറ്റുള്ളി, ചെയ്തുള്ളി, വെള്ളരിക്ക, വെണ്ടയ്ക്ക, ഓരോ കായകൾ. അയ്യോ മിസ് ഈ 35-കാരൻ അയ്യോ എന്തുവാ ഇത്, ചിറ്റുള്ളിയോ ചേതുള്ളിയോ വെണ്ടയ്ക്കായോ എന്നതാ ഇത്. അപ്പം പ്രായമുള്ള എന്റെ ദൈവമേ, ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്ത ഈ പ്രായമായി ഇന്ന് വരെ ഇതൊന്നും ഇതുങ്ങൾ കണ്ടിട്ടില്ല, രുചിച്ചിട്ടില്ല. ഇത് കരച്ചിട്ട് ഇത് കരഞ്ഞ് ദൈവം പറഞ്ഞു, ഞാൻ അവർക്ക് കൊടുക്കാൻ പോവാ, ഇറച്ചി കൊടുക്കാൻ പോവാ. ലോകത്തിലെ ഏറ്റവും നല്ല മാംസമാണ് കാടപ്പക്ഷിയുടെ മാംസം. കാടപ്പക്ഷി ഇഷ്ടം പോലെ കൊടുത്തു. നമ്മൾ വായിക്കുന്നേ പാലിനിടയിൽ ഇരിക്കുമ്പോ തന്നെ ദൈവം അവരെ തല്ലിക്കൊന്നു. ഭയങ്കര ബാധ അയച്ചു. ഞാനെന്റെ ടീച്ചറോട് ചോദിച്ചു, എന്നാ ദൈവമായി ദൈവം ഈ പാവം ഇതുവരെ തിന്നിട്ടില്ലാത്തൊരു കാര്യം മറ്റുള്ളവർ തിന്നിട്ടായിരിക്കും എന്നിട്ട് കിട്ടുന്നത് പറഞ്ഞു, ആട്ടെ കിട്ടാ കൊടുത്തേച്ച് തിന്നോണ്ടിരുന്നപ്പോ തല്ലിക്കൊന്ന്. എന്നാ ദൈവമായി ദൈവം എന്ന് ചോദിച്ചു. എനിക്ക് ചെവിക്ക് തിരുമാ കിട്ടും. എന്നാൽ വേദോസം പഠിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവുണ്ട്. 78 സങ്കീർത്തനത്തിലുണ്ടല്ലോ, അവരുടെ 30-ാമത്തെ വാക്യമാണ് ഞാൻ പറയുന്നത്. സോറി, അതെ 30-ാമത്തെ വാക്യം. അവരുടെ കൊതിക്ക് മതി വന്നില്ല. ഇനി അതിന്റെ 18-ാമത്തെ വാക്യം, തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. 18-ാം വാക്യം, തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചു. വിശപ്പനല്ല ചോദിച്ചത്, കൊതിക്ക്. ഡിസയർ, ക്രേവിങ്, ആസക്തികൾ. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നത് നാണം പറയാനല്ല. ഇന്ന് വസ്ത്രം ധരിക്കുന്നത് എന്തിനാ? നാണം പറയാനല്ല. എന്തോ പറയണ്ടേ? ടു എക്സ്പോസ്, നോട്ട് ടു ഡ്രസ് അപ്പ്, നോട്ട് ടു കവർ അപ്പ്, ബട്ട് ടു റിവീൽ. ശരീരലാവണ്യം നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശന വസ്തു ആക്കാനാണ് വേഷം ധരിക്കുന്നത്. നോ, പാടില്ല, പാടില്ല. ഡിസയർ, നീഡല്ല. ഇന്ന് പെന്തക്കോസിൽ എല്ലാവരും ഇപ്പം എന്നോട് ഇവനെ പോലെ ഒരു ഇടിഞ്ഞ ഉപദേശം ഉണ്ടോടാ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോവാ. ഇന്നിപ്പോ പെന്തക്കോസിൽ ആഭരണം എന്ന് പറയുന്നത് അതൊരു കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ ഇവൻ ആഭരണം ഉപയോഗിക്കാത്തവര് പോലും അതിനകത്തൊരു കുഴപ്പവും ഇല്ല എന്ന ചിന്തയിൽ വന്നിരിക്കുക. വന്നിരിക്കുക സൗരങ്ങളെ, എന്തോ ഈ ആഭരണം? എന്തോ ഈ ആഭരണം? Is it a need of the body or is it a desire of the inner person? ജഡത്തിന്റെ ആഗ്രഹമാണോ, ശരീരത്തിന്റെ ആവശ്യമാണോ? ശരീരത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതെന്തേലും ഒന്ന് ധരിച്ചില്ലെങ്കിൽ, ഇച്ചിരി ഒരു മോതിരമോ ഒരു മാലയോ ഒക്കെ ഇട്ടില്ലെങ്കിൽ ശ്വാസം മുട്ടലുണ്ടാകുന്ന അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ? അവരുണ്ടെ അവർ നീഡാണ്. എന്റെ പൊന്നു സഹോദരങ്ങളെ, സ്തോത്രം. ഇത് ജഡത്തിന്റെ താല്പര്യമല്ലേ, ശരീരത്തിന്റെ ആവശ്യമല്ലല്ലോ. കണ്ടോ? കൊതിക്ക് ഭക്ഷണം ചോദിച്ചാൽ, if you follow the cravings of the inner person, the cravings of the flesh, ജഡത്തിന്റെ താല്പര്യങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അയ്യോ കഷ്ടം. എന്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവത്തിനത് പ്രസാദമുള്ളതല്ല. ദൈവത്തിന്റെ മന്ദിരമല്ലേ നിങ്ങളുടെ ശരീരം? ദൈവത്തിന്റെ മന്ദിരമല്ലേ? നിങ്ങളതിനെ എന്താ അവഗണിക്കുന്നത്? ദൈവത്തിന്റെ സ്ഥാനം, ദൈവത്തിന് പ്രസാദമുള്ളതല്ലേ ചെയ്യാവൂ. മറന്നു പോകരുത്. സ്തോത്രം. പാഠ്യ സൗരങ്ങളെ, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി ദൈവ ഭയത്തിൽ, അതാ നമുക്ക് ഇന്നില്ലാതെ പോയത്. ഇത് കണ്ടില്ലേ? 2 കൊരിന്ത്യർ 7:1 ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ദൈവത്തെ ഭയപ്പെടുന്നവർ എത്ര പേരുണ്ട്? എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. സ്തോത്രം. ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞു ദൈവഭക്തി പോയി, ദൈവഭയം പോയി. ദൈവസ്നേഹവാൻ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ തിരുഹിതത്തിനനുസരിച്ച് ജീവിതം നയിക്കുന്നവനായിരിക്കും.
സ്തോത്രം. എന്റെ കൂടെ വരണേ. എന്നോട് ചോദിച്ചാൽ നീ എന്തുകൊണ്ട് നീ അത് ചെയ്യുന്നില്ല? എന്റെ കർത്താവിനോടുള്ള എന്റെ സ്നേഹനിമിത്തം എനിക്കത് യോഗ്യമല്ല. സ്തോത്രം. അത് വാഗ്ദത്തം എന്താണ്? വാഗ്ദത്തം നിത്യജീവനാണ്. നമ്മുടെ സ്വർഗത്തിൽ ആരായിരിക്കുമെന്ന് ഞാൻ അല്പകാര്യം പറഞ്ഞു, ഇച്ചിരി കൂടെ പറയാം. സ്വർഗത്തിൽ ഞാൻ പറഞ്ഞില്ല, അഭയാർത്ഥി കേന്ദ്രമല്ല സ്വർഗമെന്ന്. നമ്മുടെയൊക്കെ ആളുകളുടെ ചിന്തയാണ് എങ്ങനെയും നരകത്തിൽ നിന്ന് കര കയറി അങ്ങ് സ്വർഗത്തിൽ ഞെരിഞ്ഞ് പീഡിച്ച് എങ്ങനെ അങ്ങ് കയറി പറ്റിയാ മതി എന്ന ചിന്തയാ ഒരു നല്ല ഭാഗത്തിനും. നരകത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ സ്വർഗത്തിലൊക്കെ കടന്നുകൂടാനുള്ള മിനിമം പരിപാടി വല്ലതും ഉണ്ടെങ്കിൽ അത് പിൻപറ്റാനുള്ള വ്യഗ്രതയാണ് ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്നവർ ഒരു നല്ല ഭാഗത്തിനുള്ളത്. എന്ന് പറഞ്ഞാൽ ജഡിക ഉല്ലാസങ്ങളും ലൗകികമായ എല്ലാ ആസ്വാദനങ്ങളും ആവോളം അനുഭവിക്കണം. പക്ഷെ നരകത്തിൽ പറ്റും പോയി പോകരുത്. മിനിമം പരിപാടി, അങ്ങനെ മിനിമം പരിപാടി കൊണ്ട് രക്ഷപ്പെടണം. എന്റെ പൊന്നു തോരങ്ങളെ, നിങ്ങൾക്ക് ദൈവത്തെ കളിപ്പിക്കാൻ ഒക്കെയല്ല. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി കർത്താവിനെ സ്നേഹിക്കുന്നവനാണ് നിത്യജീവനിൽ കടക്കുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞ വാക്യം ലൂക്കോസ് സുവിശേഷം 10-25 വാക്യം. ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. സ്തോത്രം. ആ സ്നേഹത്തിന്റെ പ്രദർശനമാണ്, ആ സ്നേഹത്തിന്റെ പ്രായോഗിക തലമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് തലയിലിരിക്കുന്നതല്ല, വസ്തുതകളെ പോസിറ്റീവായി ചിന്തിക്കുന്നതല്ല വിശ്വാസം. വിശ്വാസം ദൈവം എന്ന വ്യക്തിയോടുള്ള ആ ബന്ധമാണ്. അതാണ് വിശ്വാസം. ഞാന് ചില വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ സഭയിൽ ക്ലാസ് എടുത്തപ്പോൾ വിശ്വാസത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് നിങ്ങളോട് സംസാരിച്ചിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. സ്തോത്രം. ന്യായമായ വിഷയം വേണമെങ്കിൽ എനിക്ക് പറയുവാൻ ഭയങ്കര സന്തോഷമുള്ള വിഷയമാണ്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നതൊന്നുമല്ല. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നന്മയെയും ദൈവത്തിന്റെ കരുതലിനെയും ദൈവത്തിന്റെ തെറ്റിക്കൂടായ്മയെയും ദൈവത്തിന്റെ മാറ്റമില്ലായ്മയെയും ജീവൻ തന്ന് സ്നേഹിച്ച ആ ദിവ്യ സ്നേഹത്തെയും കുറിച്ച് 100% ഉറപ്പുണ്ടായിട്ട് എന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന സർവശക്തനായ സർവവ്യാപിയായ എപ്പോഴും കൂടെയുള്ളവനായ എന്തിനും ശക്തനായ ജീവൻ തന്നെ സ്നേഹിച്ച സ്തോത്രം നല്ലവനായ നന്മ മാത്രം ചെയ്യുന്നവനായ എന്റെ പൊന്നു കർത്താവിന്റെ ബലമുള്ള ഭുജങ്ങളിലേക്ക് എന്റെ ബലഹീന ജീവിതത്തെ പൂർണ്ണമായും ചോദ്യം ചെയ്യാതെ എറിഞ്ഞേൽപ്പിച്ചു കൊടുക്കാൻ ഇടയാക്കുന്ന ആ ബന്ധമാണ് സ്തോത്രം. Absolute confidence in the unfailing goodness, love and care of God, proved in implicit obedience. That is faith. അല്ല മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ച് രൂപപ്പെടുത്തി വരുന്ന വർക്കപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയല്ല വിശ്വാസം. സ്തോത്രം. ദൈവം എന്ന വ്യക്തിയോടുള്ള ബന്ധമാണ് വിശ്വാസം. ആ വിശ്വാസം എന്താണെന്നറിയാം? സ്നേഹത്തിന്റെ പ്രായോഗിക തലമാണ് വിശ്വാസം. അതാണ് ഗലാത്യ ലേഖനം 5-6 വാക്യത്തിൽ വായിക്കുന്നു. ക്രിസ്ത്യതിനെയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്ര കാര്യം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. സ്തോത്രം. നോക്കണേ, വിശ്വാസം സ്നേഹത്തിന്റെ പ്രായോഗിക തലമാണ്. മറന്നു പോകരുത്, സ്നേഹത്തിന്റെ പ്രായോഗിക തലമാണ് വിശ്വാസം. അപ്പോൾ ഈ വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, നിത്യജീവൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. ആ ദൈവത്തെ സ്നേഹിക്കുന്നവരെയാണ് കർത്താവ് ചേർക്കുവാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗം അഭയാർത്ഥി കേന്ദ്രമല്ല, മണവാട്ടിയുടെ മണിയറയാന്ന് ഞാൻ പറഞ്ഞല്ലോ. മാത്രമല്ല നമ്മളെ കൂട്ടവകാശികളാക്കുന്നു എന്ന റോമാലേഖനം 8-17 വാക്യം. സ്തോത്രം. ആ വാഗ്ദത്തമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാ വിശുദ്ധീകരണം വേണ്ടത്. സ്തോത്രം. അവിടെ ക്രിസ്തുവിന് കൂട്ടവകാശികൾ. ഈ കൂട്ടവകാശി എന്ന് പറഞ്ഞാൽ പിരിയാൻ മേലാത്തൊരു ബന്ധമാണ് ഈ കൂട്ടവകാശം എന്ന് പറയുന്നത്. അതൊരു നിയമപദമാണ്, ഒരു നിയമപദമാണ്. അപ്പൊ ഞാനും എൻ്റെ അടുത്തൊരു സ്നേഹിതനും കൂടി, ഞങ്ങൾ 2 പേർക്കും കൂടി
1,00,000 രൂപ ഞങ്ങൾ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. ജോയിന്റ് അക്കൗണ്ടാ, രണ്ടുപേരുടെയും കൂടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആ രസീത് എൻ്റെ കയ്യിലുണ്ട്. 1 വർഷത്തേക്ക് ഇട്ടേക്കുന്നത്, 1 വർഷമായി. ഈ 1 വർഷത്തിലാണ് ഞങ്ങൾ തമ്മിൽ ഇച്ചിരി ഈശാപോശ ഉണ്ടായി. ഞങ്ങൾ തമ്മിൽ നോട്ട് ഓൺ ടോക്കിംഗ് ടേപ്സ്, സങ്കല്പ നോട്ട് ഓൺ ടോക്കിംഗ് ടേപ്സ്. ഞാൻ ഇരിക്കുമ്പോൾ മാനേജർക്ക് ഞങ്ങൾ രണ്ടുപേരെ അറിയാം, ബാങ്കിന്റെ മാനേജർക്ക് ഞങ്ങൾ രണ്ടുപേരെ അറിയാം, ഞങ്ങൾ രണ്ടുപേരും കൂടെ അറിയാം. അപ്പൊ ഞാൻ ബാങ്കിന്റെ മാനേജർ എടുത്ത് യുനോ ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഈ അറിയാം, എനിക്കറിയാമല്ലോ, ആ മുട്ട പറയാമല്ലോ, അതെനിക്ക് പൈസ എടുക്കണം അതിനാ, അത് കൊള്ളാമല്ലോ, എടുക്കാമല്ലോ, അതിനകത്ത്. അതെ, അവരുടെ ലാഭം ഇട്ടത്തൊന്നുമില്ല, ഞങ്ങൾ നമ്മൾ ഇച്ചിരി അകൽച്ചയാ. അവിടെ രസീത് കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്, പകുതി എനിക്ക് അന്ന് ഒരു പകുതി അവന് കൊടുത്തേരും എന്ന് പറഞ്ഞാൽ അവൻ പറയും സോറി, ദാറ്റ് കനോട്ട് ബി ഡൺ. നോക്കണേ, അത് കൂട്ടവകാശം എന്ന പ്രമാണ പ്രകാരമാണ്. അതിൽ ഓരോ പൈസയും രണ്ടുപേരും കൂടെ കൂടാതെ ഒന്നും നടക്കില്ല. ഓരോ പൈസയും ഇതുപോലെ നിത്യതയിൽ യേശു ക്രിസ്തുവിന് ഉള്ള സകല പദവികളിലും ഒരു പങ്കും ഓഹരിയുമാണ് ദൈവസഭയ്ക്ക് നിയമിച്ചിരിക്കുന്നത്. സ്തോത്രം. മനസ്സിലാവുന്നോ സോരങ്ങളെ? യേശു ക്രിസ്തുവിന് നിത്യതയിലുള്ള സകല പദവികളിലും, സ്തോത്രം, ഒരു പങ്കും ഒരു ഓഹരിയും കൂട്ടവകാശികളായി തീരുവാൻ ദൈവം നമ്മെ മുൻ നിയമിച്ചിരിക്കുകയാണ്. ആ വാഗ്ദത്തം ഉള്ളത് കൊണ്ട് വിശുദ്ധിയെ തികയ്ക്കണം. ഇനി അതിന് നമുക്കൊരു ചുമതലയുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് ഒരിക്കലും ബലാത്കാരം ചെയ്യലാരെയും, നമുക്കിങ്ങനെ പറയാം, പരിശുദ്ധാത്മാവ് ആരെയും ബാധിക്കുകയില്ല, പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ബാധിക്കുന്നത് അനുവാദം ചോദിച്ചിട്ടല്ല, ബാധിക്കുന്നവൻ കേറി ആളത്വത്തെ അങ്ങ് അമർച്ച ചെയ്യുക. അതുകൊണ്ടാ ബാധിക്കപ്പെടുന്നത്. എന്റെ പേരെന്നാന്ന് ചോദിച്ചാൽ തോമസ് എന്നല്ല പറയുന്നത്, ലിഗ്യോനെന്നായിരിക്കും. ബാധിക്കപ്പെട്ടവരാ. നോക്കണേ, കാര്യം അവന്റെ ആളത്വം അതുപോലെ അങ്ങ് അമർച്ച ചെയ്യപ്പെട്ടു പോയി. ഹി ഹാസ് നോ ഫ്രീഡം. അവന് ഫ്രീഡം ഇല്ല, അമർച്ച ചെയ്യപ്പെട്ടു പോയി. എന്നാൽ അഭിഷിക്തൻ അങ്ങനല്ല. അഭിഷിക്തൻ, സ്തോത്രം, സുബോധമുള്ളവരാ. അതാ പരിശുദ്ധാത്മാവ് ഒരുവനെ അഭിഷേകം ചെയ്താൽ അവന് സുബോധമുണ്ട്. ബലാത്കാരം ചെയ്യത്തില്ല പരിശുദ്ധാത്മാവ്, ജബർദസ്തിയ, ബലാത്കാരേണ, തന്നെ അടിച്ചേൽപ്പിക്കയില്ല. വാതിക്കൽ നിന്ന് മുട്ടും, വാതിൽ തുറന്നാൽ. അതുകൊണ്ട് വിശുദ്ധീകരണത്തിലുള്ള സകല ഉപാധികളും കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശുദ്ധീകരണത്തിലുള്ള ഉപാധികൾ? സ്തോത്രം, പ്രിയമുള്ളവര്, വിശുദ്ധീകരണത്തിലുള്ള ഉപാധികൾ എന്തൊക്കെയാണ്? ബാക്കി ഭാഗങ്ങൾ പറയുന്നില്ല, എന്നാലും 1-2 കാര്യങ്ങളും ഒന്ന് പറയാതെ അതിലോട്ട് പോയാൽ, അതായത് ദേഹിയിലുള്ള മറ്റു ഘടകങ്ങളുണ്ട്. മനസാക്ഷി, ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, ഈ നമ്മുടെ മനസാക്ഷിയിൽ പോലും മാറ്റം വരും. ഉദാഹരണം, ഈ മനസാക്ഷിയിൽ മാറ്റം വരുമെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, മനസാക്ഷി എന്ന് പറയുന്നത് ആത്മാവിന്റെ ഭാഗമാണെന്ന് പറയുന്നവരുണ്ട്. ഈ മനസാക്ഷി എന്ന് പറഞ്ഞാൽ ദേഹിയുടെ ഭാഗം എന്നുള്ളതാണ് കൂടുതൽ തിയോളജിയൻസിനും. അത് തന്നെയല്ല, നമുക്കത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ദേഹിയുടെ ഭാഗം എന്നുള്ള. ഇപ്പം അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക. ഇപ്പൊ എന്നെ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് എന്നെ ഞാനാക്കിയ, മീൻസ് എന്നെ എൻ്റെ തന്നാലാവോളം, പണ്ടൊക്കെ എന്ത് കഷ്ടപ്പെട്ട അമ്മയപ്പന്മാരെ വളർത്തി കൊണ്ടുവന്ന്, കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിച്ച് എല്ലാം കൊണ്ടുവന്ന് എൻ്റെ പിതാവിനെ വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മനസാക്ഷിക്ക് സഹിക്കത്തില്ല. എന്നാൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ പിതാവിനോടുള്ള കടപ്പാടിനേക്കാൾ കൂടുതൽ ദൈവത്തോടുള്ള കടപ്പാടാണ് വലുത്. അപ്പന് എൻ്റെ മേലുള്ള ബന്ധത്തെ ദൈവത്തിന് എൻ്റെ പ്രധാനം എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ, സ്തോത്രം, അപ്പൻ പിണങ്ങിയാലും മനസാക്ഷിക്കുത്തലില്ലാതെ, മനസ്സിലായോ? അപ്പൊ മനസാക്ഷിയിലും ആ മാറ്റം ഉണ്ടാവും. സ്തോത്രം. എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നു, എങ്കിലും
എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുവാനുള്ള എൻ്റെ ഒരു ചുവട് എൻ്റെ ഭാര്യ എതിർത്താൽ, എൻ്റെ ഭാര്യയെ ഞാൻ വിഷമിപ്പിക്കുന്നത് എനിക്ക് വിഷമമുണ്ടെങ്കിലും, എൻ്റെ മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം എൻ്റെ ഭാര്യയ്ക്ക് പ്രാധാന്യം കൊടുത്താൽ ഞാൻ എൻ്റെ ദൈവത്തെ തള്ളുകയാ. അപ്പോൾ എൻ്റെ മനസാക്ഷിയിൽ ഒരു വ്യത്യാസം ഉണ്ടാകും. സ്തോത്രം. എല്ലാവരും കൂടെ ഉണ്ടേ. സ്തോത്രം. മനസ്സ്, ഹൃദയം, ചിന്തയിൽ വ്യത്യാസം, അതാണ് മാനസാന്തരം. ബന്ധങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും, ആസ്വാദ്യതയിൽ വ്യത്യാസം ഉണ്ടാകും. സ്തോത്രം. അഭിരുചികളിൽ വ്യത്യാസം ഉണ്ടാകും. എല്ലാ ബന്ധങ്ങളിലും വ്യത്യാസം, ലോകത്തുള്ള ബന്ധത്തിന് വ്യത്യാസം ഉണ്ടാകും. സ്തോത്രം. ലോകം പിന്നെ നമ്മുടെ സ്നേഹിതനല്ല, നമ്മൾ ലോകക്കാരല്ല. സ്തോത്രം. നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിൽ പോലും വ്യത്യാസം ഉണ്ടാകും. സ്തോത്രം. നോക്കണേ. അപ്പൊ ചിന്തയിൽ മാറ്റം വരും, ബന്ധങ്ങളിൽ മാറ്റം വരും, ആസ്വാദ്യതയിൽ മാറ്റം വരും. സ്തോത്രം. കടപ്പാടുകളെ കുറിച്ചുള്ള ഉത്ബോധത്തിൽ മാറ്റം വരും, മനസാക്ഷിയിൽ മാറ്റം വരും. സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. പിന്നെയും പോകട്ടെ. ഇച്ഛാശക്തിയിൽ മാറ്റം വരും. അതിന് മുമ്പ് എൻ്റെ ഇഷ്ടമായിരുന്നു പ്രധാനമെങ്കിൽ, എൻ്റെ ഇഷ്ടം അനുസരിച്ചായിരിക്കും ഞാൻ തീരുമാനിച്ചില്ലെങ്കിൽ, ഇപ്പൊ ഇനി എൻ്റെ ഇഷ്ടമല്ല. എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഗസമനിൽ പ്രാർത്ഥിച്ചപ്പോൾ, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. ഏതൊരു പ്രാർത്ഥനയോടും കൂടെ നമ്മളത് പ്രാർത്ഥിക്കണം. ഏതൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയുടെ ഒടുവിൽ പറയേണ്ട ഒരു വാക്ക്, പിതാവേ, എൻ്റെ ആവശ്യങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ മുമ്പിലുള്ള വഴികളും ഒക്കെ അടിയൻ അങ്ങയോട് പറഞ്ഞു, ആവശ്യങ്ങളൊക്കെ അവിടുത്തെ അറിയിച്ചു. പക്ഷേ എൻ്റെ ഇഷ്ടം വേണ്ട. അവസാന വാക്ക് അവിടുത്തേത് തന്നെ ആയിരിക്കട്ടെ. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടട്ടെ എന്നുള്ള ഒരു തീരുമാനം. അതാണ് ഇച്ഛാശക്തിയിൽ ആ മാറ്റം വരും. അപ്പൊ ദേഹിയുടെ മണ്ഡലത്തിൽ ഈ മാറ്റം വരും. സ്തോത്രം. മറ്റേ ഇങ്ങനെ ദേഹിയുടെ മണ്ഡലത്തിൽ ഓരോന്നും ഒത്തിരി വിശദീകരിക്കാനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് നിൽക്കുന്നില്ല. സ്തോത്രം. സൗരങ്ങളെ, ഈ മാറ്റം, ആസ്വാദ്യം വരുന്ന മാറ്റം, ബന്ധങ്ങൾ വരുന്ന മാറ്റം, മനസാക്ഷി വരുന്ന മാറ്റം, പിന്നെ ഇതെല്ലാം ദൈവവചനാനുസൃതമായിരിക്കണം. ഇതെല്ലാം നമ്മൾ പ്രാധാന്യമുള്ളതായി കണക്കാക്കണം. മാത്രമല്ല സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരാകണം. നമ്മുടെ രക്ഷ എന്നുള്ളത് നമുക്ക് ഏറ്റവും പ്രധാനമായിരിക്കണം. മുൻഗണനകൾ തെറ്റിപ്പോകരുത്. Our priority should not be confused. God and eternal life. എല്ലാവർക്കും ഇറ്റേണിറ്റി ഉണ്ട് കേട്ടോ, ദുഷ്ടന്മാർക്കും ഇറ്റേണിറ്റി ഉണ്ട്. ബട്ട് ഇറ്റേണിറ്റിയിൽ രണ്ടവസ്ഥയാ. ഒന്ന് ഇറ്റേണൽ ലൈഫും മറ്റേ ഇറ്റേണൽ ഡെത്തുമാണ്. ഡെത്ത് ഈസ് സെപ്പറേഷൻ. In eternal death, one is getting separated forever from all other relationships. സകല ബന്ധങ്ങളിൽ നിന്നും വേർപെട്ട് പോവുക. സ്തോത്രം. നോക്കണേ. എന്നാൽ നമുക്ക് ഇറ്റേണൽ ലൈഫാണ് പ്രധാനം. സ്തോത്രം. ആ ഇറ്റേണൽ ലൈഫ് ഏറ്റവും പ്രധാനമായി പരിഗണിക്കുന്ന ആ ഒരു മാറ്റം ലോകം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള രണ്ടാം കാര്യമാണ്. ആട്ടെ, മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ ഇനി സമയം കുറവായതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ. ഐ ആം റിയലി സോറി ഫോർ ദാറ്റ്. സ്തോത്രം. ഇനി ഈ വിശുദ്ധീകരണത്തിനായി ദൈവം ഒരുക്കിയിരിക്കുന്ന ഉപാധികളെ ചുരുക്കമായിട്ട് ചിന്തിക്കാം. ഒന്നാമത്തത് ദൈവവചനമാണ്. ദൈവവചനം. യോഹന്നാന്റെ സുവിശേഷം 17-ാം വാക്യത്തിൽ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നുവല്ലോ. സ്തോത്രം. ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ മാനദണ്ഡം. വിശുദ്ധീകരണത്തിന്റെ മാതൃക കർത്താവ് തന്നെ. നമ്മളത് കണ്ടല്ലോ 17-19. വിശുദ്ധീകരണം, ഞാൻ അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. കർത്താവ് എങ്ങനെ തന്നെ തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു, അങ്ങനെ നമ്മളും നമ്മളെ തന്നെ കർത്താവിനെ ഏൽപ്പിക്കും. അപ്പൊ മാതൃക കർത്താവാണ്. സ്തോത്രം. എന്നാൽ അതിന്റെ മാനദണ്ഡം, കാര്യം കർത്താവ് ജഡം, വചനം ജഡത്തിൽ വന്നവനാണല്ലോ. അതുകൊണ്ട് കർത്താവ് കാണിച്ച മാതൃക തന്നെയാണ് വചനത്തിലെ മാതൃകയും. എങ്കിലും ഇത് പറഞ്ഞിരിക്കുന്നത് കണ്ടോ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നുവല്ലോ. ദൈവവചനം. സ്തോത്രം. വചനത്തിൽ ഇതുണ്ടോ? വചനത്തിൽ ഇതുണ്ടോ? പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ
കൽപ്പനകളും പുതിയ നിയമത്തിൽ ഉപദേശങ്ങളുമാകട്ടോ. പഴയ നിയമത്തിൽ ഓരോന്നിനും പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു. ഓരോന്നിനും ഭക്ഷണത്തിന് പ്രമാണമുണ്ട്. കുളമ്പ് വിടർന്നതും പിന്നെ ആയവിറക്കുന്നതുമായ മൃഗങ്ങൾ, ചിറകുള്ളതും ചെതുമ്പിലുള്ളതുമായ മീന്, ഇതൊക്കെ കഴിക്കാൻ പാടുള്ളൂ. പക്ഷികൾക്ക് നീണ്ട ലിസ്റ്റ് ഉണ്ട്. പക്ഷേ പുതിയ നിയമത്തിൽ വന്നപ്പോൾ അങ്ങനെ ലിസ്റ്റ് ഇല്ല. പിന്നെ എന്താ പ്രമാണം? സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല. ഭക്ഷണം അതാ. നിർമ്മല ഹൃദയത്തോടെ ആത്മാർത്ഥമായി സ്തോത്രം പറയാൻ കഴിയുന്ന ഭക്ഷണം, അത് മാത്രമേ നമുക്ക് കഴിക്കുവാൻ പാടുള്ളൂ. അതാണ് പുതിയ നിയമത്തിന്റെ പ്രമാണം. അപ്പൊ പ്രമാണമാണ് തന്നേക്കുന്നത്. നീണ്ട ലിസ്റ്റ് അല്ല, ചട്ടങ്ങളല്ല, നിയമങ്ങളാണ് തന്നേക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, ഉപദേശമാണ്. പുതിയ നിയമത്തിൽ ഉപദേശമാണ്. അപ്പോൾ വചനത്തിൽ നോക്കണേ, ഓരോന്നും ഉണ്ടോ എന്ന് ചോദിച്ചാ അയ്യോ അതില്ല. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, അതുണ്ടോ ഇതുണ്ടോ. മാന്യമായ വേഷം ധരിക്കണമെന്നുണ്ട്. പിന്നെ ലോകത്തോട് അനുരൂപരാകരുതെന്നുണ്ട്. ബാഹ്യമായ രൂപത്തിൽ പോലും ലോകത്തോട് അനുരൂപരാകരുത്. റോമാലേഖനം 14:1-2 വാക്യം നമുക്കറിയാമല്ലോ. നമ്മുടെ ശരീരം യാഗമായി കൊടുത്തതാ. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിരിക്കണം നമ്മൾ. സ്തോത്രം. അപ്പോൾ ഇതെല്ലാം വചനത്തിൽ പ്രമാണമായി നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ വചനമാണ് നമ്മുടെ വിശുദ്ധീകരണത്തിന് ഉപാധിയായിരിക്കുന്ന മാനദണ്ഡം. സ്തോത്രം. അടുത്തത് സ്തോത്രം, ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. റോമാലേഖനം 15-15 വാക്യം, അതുപോലെ തെസ്സലോനിക്കയിൽ 2 13 വാക്യം. ഈ വാക്യങ്ങളിലൊക്കെ നമ്മുടെ വിശുദ്ധീകരണത്തിന് പരിശുദ്ധാത്മാവിനെ ഉപാധിയായി നൽകിയിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, സ്തോത്രം, ഈ ആർത്തു പാടാനോ പിന്നെ സുവിശേഷ വേല ചെയ്യാനോ ഒക്കെ ഉള്ള ശക്തിക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ വിചാരിക്കരുത്. സ്തോത്രം. പിന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് ആത്മമണവാളനായ യേശുക്രിസ്തുവിന് വേണ്ടി നമ്മളെ ഒരുക്കുവാനാണ്. തെസ്സലോനിക്കർ 2-13 വാക്യം, ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു. കണ്ടോ, ആത്മാവിന്റെ വിശുദ്ധീകരണം. റോമർ 15:15, ജാതികളെന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമാകുവാൻ ഞാൻ പുരോഹിതനായി ശുശ്രൂഷിക്കുന്നു എന്ന് പൗലോസോടെ പറയുക. ജാതികളെന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടും. ഈ വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിനായി മാത്രം വേർതിരിക്കുകയാണല്ലോ. പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ആത്മാവാ. ഈ ശുദ്ധീകരിക്കുന്നത് യേശുവിന്റെ രക്തമാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുക. ഞാൻ ഒരു കാര്യം ഓർക്കുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ. ഞാൻ ഡൽഹിയിൽ താമസിച്ച് കർത്താവിന് വേല ചെയ്യുന്ന കാലം ഒരു സന്ദർശക സുവിശേഷകൻ, വിസിറ്റിംഗ് പാസ്റ്റർ came to our church and he was holding a few days meeting there. അദ്ദേഹം ഇങ്ങനെ കുറിച്ചാണ് പ്രധാനമായിട്ട് അദ്ദേഹം ആ ദിവസങ്ങളിൽ പ്രസംഗിച്ചത്. ദൈവദിനവുമായി കാര്യമായ ബന്ധമില്ലാത്ത ഒത്തിരി കാര്യം അദ്ദേഹം പറഞ്ഞതിന് ഇപ്പോഴും വിഷമായി തോന്നാറുണ്ട്. അദ്ദേഹം ചെയ്ത ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ദിവസം നേരത്തെ കൂട്ടി ഒരു ബക്കറ്റും ഒരു ജഗ്ഗില് വെള്ളവും എല്ലാം അവിടെ കരുതി വെച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മളിങ്ങനെ പാപമംഗലമായ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുഴപ്പങ്ങളും ചെറിയ അബദ്ധങ്ങളും അശുദ്ധിയും ഒക്കെ സംഭവിക്കാം. മനുഷ്യരില്ലേ നമുക്കിങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഇടപാടുകൾ, ഓഫീസിലായാലും ചിലപ്പോൾ വേണ്ടാത്ത ചില വാക്കുകൾ പറഞ്ഞെന്ന് വരും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പോയി ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇടപെടാൻ നിർബന്ധിതരായി പോയെന്ന് വരും. പിന്നെ നിങ്ങൾ ഒരു ഹൈലി ടോപ്പ് എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ ഇരിക്കുന്ന ആള് ചിലപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് പാർട്ടീസ് നടത്തേണ്ടി വരും. ബിസിനസ് പാർട്ടീസ് നടത്തേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മുന്തിയ ബാർ ഹോട്ടലിലൊക്കെ അവരെ കൊണ്ട് സൽക്കരിക്കേണ്ടി വരും.
അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അറിയാതൊക്കെ അവരുടെ കൂടെ ചിലപ്പോൾ കൂടിപ്പോയെന്ന് വന്നേക്കാം. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ അവസ്ഥകളൊക്കെ വരും. ഇങ്ങനെ ഈ അശുദ്ധിയൊക്കെ ഉണ്ടായാൽ നമ്മൾ ദൈവസന്നിധിയിൽ വന്നിട്ട് ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം കാണിച്ച ഒരു സാദൃശ്യം ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന് കുടിക്കാൻ ഒരു ഗ്ലാസ്സിൽ, നല്ല തെളിഞ്ഞൊരു ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ ഗ്ലാസ് എടുത്ത് ഇങ്ങനെ പൊക്കി, കണ്ടില്ലേ എത്ര തെളിഞ്ഞ വെള്ളമാണ്, നല്ല തെളിഞ്ഞ വെള്ളം. നല്ല തെളിഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കവിള് കുടിച്ചിട്ട് പറഞ്ഞു, നല്ല ഈ തെളിഞ്ഞ വെള്ളം, ഈ വെള്ളം അദ്ദേഹം താഴോട്ട് വെച്ചിട്ട് തന്റെ പോക്കറ്റിൽ, ഇന്നത്തെ പോലെ ഡോട്ട് പെൻ അധികം ഇല്ല, ഇങ്കുപേനായ അദ്ദേഹം പേന തുറന്നു വെച്ച് അതിന്റെ ഫില്ലർ ഉണ്ട്. ആ ഫില്ലറിനകത്ത് ഒരു തുള്ളി മഷി, 1-2 തുള്ളി ആ വെള്ളത്തിനകത്തോട്ട് ഒഴിച്ചു. ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് മഷി ഒഴിച്ചപ്പോൾ അത് മുഴുവൻ അങ്ങ് അഴുക്കായി. കണ്ടോ? ഇപ്പൊ ഇതുപോലെ നമ്മള് പാവങ്കിലമാല ഓതി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഇങ്ങനെ ചിലപ്പോൾ അങ്ങ് കലുഷിതമാകും. എന്നിട്ട് അദ്ദേഹം ആ ബക്കറ്റ് എടുത്ത് മേശയിലോട്ട് വെച്ചിട്ട് ഇതെടുത്ത് ഈ ഗ്ലാസ് വെള്ളം നിറഞ്ഞ ഗ്ലാസ് എടുത്ത് ആ ബക്കറ്റിനകത്തോട്ട് വെച്ചു. എന്നിട്ട് ആ ജഗ്ഗിൽ വെച്ചിരുന്ന വെള്ളം ഇങ്ങോട്ട് എടുത്തിട്ട് ഉയർത്തി ഈ ഗ്ലാസ്സിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു. ഒരു ജഗ്ഗ് വെള്ളം അങ്ങ് ഒഴിച്ചു കഴിഞ്ഞേച്ച് ഇങ്ങനെ പൊക്കിയെടുത്തപ്പം ആ മഷി വെള്ളം മുഴുവൻ ഒഴുകിപ്പോയി, നല്ല തെളിഞ്ഞ വെള്ളം കിട്ടി. അദ്ദേഹം പറഞ്ഞു, നമ്മൾ വന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് ആത്മാവിൽ, അദ്ദേഹം പറഞ്ഞ വാക്ക് പറയാം, ആരാധിച്ച് അന്യഭാഷയിൽ ദൈവസന്നിധിയിൽ ആനന്ദിച്ച് ആർപ്പിട്ട് സന്തോഷിക്കും. ആ ആത്മനദി നമ്മളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴുകുമ്പോൾ, അജീവജലത്തിന്റെ ധാരയിൽ നമ്മളങ്ങാകുമ്പോൾ, അജീവജലം നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകി ഇറങ്ങുമ്പോൾ നമ്മളെ അശുദ്ധിയെല്ലാം അങ്ങ് മാറും, നമ്മളിങ്ങനെ നിർമ്മലന്മാരാകും. ഇങ്ങനെയാണ് ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിക്കുന്നത്. എന്റെ പൊന്നു സൗരങ്ങളെ, ശുദ്ധ വിവരക്കേട്. നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അന്യഭാഷ പറഞ്ഞാൽ നിങ്ങളെ അശുദ്ധി മാറുന്നു. ആരാ പറഞ്ഞേ? ഇല്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാത്ത ഒരൊറ്റ പാപം ക്ഷമിക്കപ്പെടുകയില്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം, ദൈവത്തിൽ ക്ഷമയ്ക്കായി യാചിക്കണം. അല്ലാതെ ഒന്നും നമ്മളിൽ നിന്ന് നമ്മളോട് ക്ഷമിക്കുകയില്ല എന്നുള്ളത് മറന്നു പോകരുത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ആത്മാവാണ് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, പ്രിയപ്പെട്ടവരെ, നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും, നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും, സൽപ്രവൃത്തികൾക്കായി നമ്മളെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കും, ആത്മിക ശുശ്രൂഷകൾക്കായി നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്ന ശുശ്രൂഷയും നമ്മളിലൂടെ ചെയ്യുന്ന ശുശ്രൂഷയുമുണ്ട്. നമ്മളിൽ ചെയ്യുന്ന ശുശ്രൂഷയാണ് നമ്മളിലൂടെ ചെയ്ത ശുശ്രൂഷയേക്കാൾ പ്രധാനം. നമ്മളിലൂടെ ചെയ്ത ശുശ്രൂഷയാണ് കൃപാവരങ്ങളുടെ ശുശ്രൂഷ. പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ചെയ്ത ശുശ്രൂഷയാണ് കൃപാവരങ്ങളുടെ ശുശ്രൂഷ. എന്നാൽ നമ്മളിൽ ചെയ്യുന്ന ശുശ്രൂഷയാണ് ആത്മാവിന്റെ ഫലം നമ്മളിൽ ഉളവാക്കുന്നത്. സ്നേഹ, സന്തോഷ, സമാധാനം. നമുക്കറിയാവില്ല, ആത്മാവിന്റെ 9 കൂട്ടം ഗലാത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ 9 കൂട്ടവും, സ്തോത്രം, അതിനെ ഒന്നിച്ചുകൂട്ടി ഫലം എന്ന ഏകവചനം ഉപയോഗിച്ചിരിക്കുന്നത്. ഫലങ്ങളെന്നല്ല, ആത്മാവിന്റെ ഫലം എന്ന ഏകവചനം ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 9 എതളുകളുള്ള ഒരു ഓറഞ്ച് ഓർത്ത് നോക്കിയേ. 9 അല്ലിയുണ്ട് ആ ഓറഞ്ചിന്. അതില് മീൻസ് ഇവിടുത്തെ ചില നല്ല യോഗ്യന്മാരായ ചില ആളുകളുണ്ട്, നല്ല ഇന്ദ്രിയജയത്തോടു കൂടി നല്ല മാന്യന്മാരായി ജീവിക്കുന്ന അങ്ങനെയുള്ള ചില ആളുകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. രസകന്മാരായി നല്ല ഈ ആറന്മുളയൊക്കെ ചില നല്ല മീൻസ് വലിയ ഇല്ലങ്ങളുണ്ട്. അവിടെയുള്ള ഒരു മേനോൻ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കള്ളം പറയില്ല, ഒരു മനുഷ്യനെ പരിഹസിക്കില്ല. നമ്മൾ ആരെങ്കിലും കൂട്ടുകാരൻ കൂടി എന്തെങ്കിലും മറ്റുള്ളവരെ കളിയാക്കും, അയ്യോ മാറിയോ ഞാൻ കേൾക്കുന്ന പോലില്ലേ എന്ന് പറഞ്ഞ് മാറും. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ആളുകളുണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരു 5-6 അല്ലി അല്ലെ 7 അല്ലി നല്ല അല്ലി കാണും, പക്ഷെ ബാക്കി 2 പുല്ലുമായിരിക്കും. ഈ 9 എതളുകളും കൃത്യമായി ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാലേ കഴിയുള്ളൂ. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്ന ശുശ്രൂഷ, നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. കർത്താവിനുള്ള സ്നേഹം നമ്മൾ വർദ്ധിപ്പിക്കുക. അതാണ് റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം.
ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. പരിശുദ്ധാത്മാവ് നമ്മളിൽ ആദ്യം ചെയ്യുന്നത് ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, സ്തോത്രം, ആ ദൈവ സ്നേഹം നമ്മളിൽ പകർന്നിരുന്നു. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം അത് തിരിച്ചറിഞ്ഞ് ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാനായി നമ്മൾ ഉത്സാഹിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്ന ആ അനുഭവം പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ പ്രാപിക്കുന്നത്. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ജാതികളെന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. സ്തോത്രം. എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അതേ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ദേഹിയിൽ രൂപാന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. സാദൃശ്യങ്ങളൊക്കെ പറയാനുണ്ട്. ഒരു സാദൃശ്യം പറഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാവിനെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ വിളിച്ചിരിക്കുന്ന ഒരു പേരുണ്ട്, കാര്യസ്ഥൻ. കാര്യസ്ഥൻ. വേദപുസ്തകത്തിൽ ഒരു കാര്യസ്ഥനുണ്ട്. നമുക്കറിയാം, അബ്രഹാമിന്റെ വീട്ടിലൊരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു, എലയാസർ. ഒരിക്കൽ അബ്രഹാം ദൈവത്തോട് ഇച്ചിരി പരാതിയൊക്കെ പറഞ്ഞു. 15-ാം അധ്യായത്തിൽ ഉൽപ്പത്തിയിൽ എന്താ പരാതി പറഞ്ഞ്? ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമല്ലയോ എന്നൊക്കെ പറഞ്ഞപ്പോ അബ്രഹാം ഒരു കൊച്ചു കുറുമ്പുള്ള കുട്ടിയെ പോലെ ഇച്ചിരി പിറുപിറുക്കാൻ തുടങ്ങി. വലിയ പണക്കാരൊക്കെ പറയാ, നമ്മളാണ് എന്റെ പൊന്നുമോനെ, എന്റെ ചക്രക്കുട്ട എന്ന് പറയുമ്പോ വലിയ പൊന്നുമോനെ വിളിക്കുക, എനിക്ക് ഒരു സൈക്കിൾ മേടിച്ചു അതിലുണ്ടോ എന്ന് പറയുന്ന കൊച്ചുകുട്ടിയുടെ കുറുമ്പ് പോലെ അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ എന്നോട് വലിയ കാര്യമൊക്കെ പറയാം, പക്ഷെ ഞാൻ മക്കളില്ലാത്തതുകൊണ്ട് നടക്കുക. ഇനി എന്റെ വീട്ടിൽ പറഞ്ഞ അടിമയായി എന്റെ കസേര ഇരിക്കാൻ പോകുന്നത്, നീ എനിക്ക് മക്കളെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ പറഞ്ഞ അടിമയായി എന്റെ കസേര ഇരിക്കുക എന്ന് പറഞ്ഞാൽ, അബ്രഹാമിന്റെ തറവാട്ടിൽ അബ്രഹാം കഴിഞ്ഞാൽ അന്ന് പ്രധാനിയായിരിക്കുന്നത് എലയാസറ. അത്ര സ്ഥാനമുണ്ട് അവര്, നല്ല പദവിയാണ്. നോക്കണേ, സ്തോത്രം. ദമ്മേശക്കാരനായി എലയാസർ എന്ന് പറയുന്നുണ്ടല്ലോ. അബ്രഹാമിനെ ദൈവം വിളിച്ചു, നീ വരാൻ പറഞ്ഞു. പുറത്ത് കൂടാരത്തിൽ ചുട്ടുകൂടി ഇരിക്കുക, പുറത്തു വരാൻ പറഞ്ഞു. അകത്തോട് നോക്കാൻ പറഞ്ഞു. അകത്തോട് നോക്കാൻ പറഞ്ഞപ്പോ നക്ഷത്രം എണ്ണാമെന്ന് ചോദിച്ചു. എണ്ണാമത് ചോദിച്ചു. 1, 2, 3 എന്നൊക്കെ എണ്ണി കാണും, എണ്ണാമേല. ഇവിടെ വെറുതെ ഇതുപോലെ ആകുമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഒരു ചിന്ത പറഞ്ഞൊരു കാര്യം കൊണ്ടൊന്ന് പറയാം കേട്ടോ. ഈ ചോദ്യച്ചിഹ്നം, നമ്മൾ ചുരുണ്ടുകൂടിയൊക്കെ ഇരിക്കും, കൂടാരത്തിനകത്ത് കയറി ചുരുണ്ടുകൂടിയിരിക്കുമ്പോൾ ചോദ്യചിഹ്നങ്ങളാ, ചോദ്യമാണ്. ഈ ഒരു കമ്പി കൊണ്ട് ഒരു ചോദ്യചിഹ്നം ഉണ്ടാക്കിക്കേ, ചോദ്യം ഉണ്ടാക്കിയ വളഞ്ഞ് ചോദ്യച്ചിഹ്നം അറ്റത്താഴെ ഒരു കുത്തും. എന്നാൽ പുറത്തോട്ടിറങ്ങി അബ്രഹാം മേളിലോട്ട് ഒന്ന് നോക്കിയപ്പോ ആ ചോദ്യചിഹ്നം വലിച്ചു നീട്ടിയ പോലായി. ചോദ്യചിഹ്നം വലിച്ചു നീട്ടിയാൽ ആശ്ചര്യചിഹ്നമാകും, ഇല്ലേ? ചോദ്യചിഹ്നം വലിച്ചു നീട്ടിയ ആശ്ചര്യം. വെൽ, അപ്പൊ എലയാസറിന്റെ കാര്യം, അവരുടെ സ്ഥാനം നിങ്ങൾ ഓർത്തു നോക്കി. 318 അഭ്യാസികൾ തന്നെ ആ വീട്ടിൽ, ആ തറവാട്ടിലുണ്ട്. 318 അഭ്യാസികൾ. ആ കുറഞ്ഞത് ഒരു നേരം 1000 പേര് അവിടെ ആഹാരം കഴിക്കാനുണ്ട്. ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ചുമതലപ്പെട്ട് നടത്തുന്ന ആളാണ് അദ്ദേഹം. എന്നാൽ ഇത്രയും പ്രധാനപ്പെട്ട ശുശ്രൂഷകളെല്ലാം എലയാസർ അവിടെ ചെയ്യുന്നെങ്കിലും, എലയാസർ അബ്രഹാമിന്റെ കുടുംബത്തിലെ ഇത് ഏറ്റവും പ്രധാന ശുശ്രൂഷ എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ. എന്റെ ചിന്തയിൽ അത് ആ വീട്ടിലെ ഇസഹാക്കിന് യോഗ്യതയുള്ള ഒരു മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടു വന്നു എന്നുള്ളതാണ്. ഇതുപോലെ ദൈവത്തിന്റെ കാര്യപരിപാടികളിൽ പരിശുദ്ധാത്മാവ് അനേക ശുശ്രൂഷ ചെയ്യുന്നെങ്കിലും, ഈ ഭൂമി വെള്ളത്താലും ഇരുളിനാലും മൂടപ്പെട്ടതും പരിശുദ്ധാത്മാവാണ് അതിനെ പരിപാലിച്ചതൊക്കെ, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും, സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രധാന ശുശ്രൂഷകളിൽ ഒന്ന് ആത്മമണവാളനായ യേശുക്രിസ്തുവിന് വേണ്ടി ദൈവസഭയാകുന്ന മണവാട്ടി ഒരുക്കുന്നു എന്നുള്ളതാണ്. അതാണ് വിശുദ്ധീകരിക്കുന്നത്. ഞാന് ഈ എലയാസറിന്റെ കാര്യം ഇച്ചിരി കൊടുത്ത് വിശദീകരിച്ചോട്ടെ. ഒരു സാദൃശ്യം മനസ്സിൽ നിന്ന് പോയിരിക്കാണ്ട് സാദൃശ്യം കൊള്ളാമല്ലോ. അബ്രഹാം അവനെ കൊണ്ട് സത്യം ചെയ്യിച്ച് പറഞ്ഞു വിട്ടു. പദ്ദൻഅരാമിൽ ചെന്നു, ലാബാന്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് നമുക്കറിയാമല്ലോ, റെബക്കായെ കണ്ടു. സമയം 3 മണി, വേഗം പറഞ്ഞു പൊക്കോട്ടെ. റെബക്കായുടെ കാര്യങ്ങളൊക്കെ, വിവരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇത് ദൈവത്താൽ വരുന്നു. അത് പറഞ്ഞു, ബാല ഒരു 10 ദിവസം നിൽക്കട്ടെ. ഉടനെ പറഞ്ഞു, അയ്യോ, എന്നെ താമസിപ്പിക്കല്ലേ. ഉടനെ പറഞ്ഞു, ഞങ്ങൾ കൊച്ചോടി ചോദിക്കട്ടെ. കൊച്ചോടി ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പോഴേ പോയേക്കോന്ന് പറഞ്ഞു. കാര്യം അവള് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം കേട്ടോണ്ടിരുന്നോണ്ട് ഈ എലയാസറിന്റെ വാക്കുകൾ കേട്ടപ്പോഴേ
അവളുടെ ഹൃദയത്തിൽ ഇസഹാക്ക് കടന്നുകൂടി. ഇസഹാക്കിനെ കുറിച്ചുള്ള വർണ്ണന, ഇസഹാക്കിന്റെ പദവികൾ, ഇസഹാക്കിന്റെ സ്ഥാനങ്ങൾ, ഇതെല്ലാം എലിയാസർ കൊണ്ട് പറഞ്ഞപ്പോ ഇസഹാക്കിന്റെ ഒരു ചിത്രം അവളുടെ മനസ്സിൽ തെളിയുകയും, ഞാൻ പറഞ്ഞില്ലേ, ഇസഹാക്ക് അവളുടെ ഹൃദയത്തിൽ കടന്നുകൂടി. അവള് പോരുന്ന വഴി മരുഭൂമിക്കുള്ള യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒട്ടകപ്പുറത്താ. ഈ ഒട്ടകം എന്ന് പറയുന്നത് ശരീരം മുഴുവൻ എടുത്തിട്ട് ഒലച്ച് യാത്ര നടക്കുന്ന ഒരു മൃഗമാണ്. ഈ കുതിര അറിയാമല്ലോ, ഈ പട്ടി 1000 കാലയിൽ ഓടുന്നെന്ന് പറഞ്ഞ പോലെ കുതിര, അതിനെ കാൻറ്ററിംഗ് എന്ന് പറയുന്നത്. കുതിര വേണി അങ്ങനെ ഓടും. പക്ഷെ ഒട്ടകം ശരീരം മുഴുവൻ ഇങ്ങനെ ഒലച്ച് നടക്കുന്ന. ഒട്ടകപ്പുറത്തെ യാത്ര വളരെ കഠിനമാണ്. മരുഭൂമി കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് വരിക. മരുഭൂമി കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ, സ്തോത്രം, ആ കഠിനമായ യാത്രയിൽ അടുത്ത ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന എലയാസർ ഇസഹാക്കിനെ കുറിച്ചുള്ള വർണ്ണനകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അവന്റെ വാക്കുകൾ റിബെക്കായ്ക്ക് തേൻമഴ പോലെയാ. മരുഭൂമിയുടെ യാത്രയുടെ ക്ലേശങ്ങളൊന്നും അവളെ തളർത്തുന്നില്ല. അവന്റെ മണവാളിനെ കുറിച്ചുള്ള വർണ്ണന, അതിൽ അവൾ ധൈര്യപ്പെടുക. അവൾ അങ്ങനെ യാത്ര ചെയ്ത് പോവുക. ഒരു ദിവസം ആ മരുഭൂമിയിൽ ഒരു മരിപ്പച്ച കണ്ടു. അവിടെ അവർ കൂടാരം അടിച്ച് താമസിച്ചിട്ട് പിറ്റേന്ന് രാവിലെ അവർ പുറപ്പെടുമ്പോ റെബെക്ക ദാസിയോട് പറഞ്ഞു, ഇന്ന വേഷം എനിക്ക് വേണം, ഇന്ന നിറത്തിലുള്ള ഇന്ന വേഷം. എന്റെ കുഞ്ഞ് എന്തിനാ അത് ഇന്ന്? അതേ, ഇന്നലെ ഏലയാസർ പറഞ്ഞു ഇസഹാക്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വേഷം അതാണ്. നോക്കണേ, അവള് പെട്ടെന്ന് ഇസഹാക്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് ആ വേഷം ധരിച്ച് അവൾ ഇസഹാക്കിന് വേണ്ടി തന്നെ ഒരുക്കുന്ന രംഗം ഓർത്തു പോയിക്കേ. ഏലയാസറിന്റെ വാക്കുകൾ ഇസഹാക്കിന് വേണ്ടി അവളെ ഒരുക്കുകയാണ്. സ്തോത്രം. അവൾക്ക് ആവശ്യമുള്ളതെല്ലാം ഏലയാസർ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ അവൾ യാത്ര ചെയ്യുക. സൗരങ്ങളെ, ഇതുപോലെ ആത്മമണവാളനായ നമ്മുടെ കർത്താവിന് വേണ്ടി ദൈവസഭയാകുന്ന മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന, വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അതെ, നമ്മളെ വിശുദ്ധീകരിക്കുന്ന ആത്മാവ്. സ്തോത്രം. കുറെ നേരം അന്യഭാഷ പറഞ്ഞാൽ നമ്മുടെ പാപം പോയി നമ്മൾ വിശുദ്ധീകരിക്കും. അയ്യോ, അത് വിശുദ്ധീകരണം അല്ലല്ലോ, അത് ശുദ്ധീകരണമല്ലേ. അല്ലെങ്കിലും മനുപുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്തോത്രം. നമ്മൾ യോഹന്നാന്റെ 1-ാം ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളിൽ പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നമ്മൾ ദൈവത്തെ അസത്യവാദിയാക്കുന്നു. സ്തോത്രം. നമ്മൾ സത്യമില്ലാതെയായി. എന്നാൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ സകല അധർമ്മവും നമ്മളോട് ബോധിച്ച് നമ്മളെ നിർമ്മലീകരിക്കുവാൻ തക്കണം വിശ്വസ്തരും നീതിമാനുമാകുന്നു. അതേ സൗരങ്ങളെ, അപ്പോൾ വിശുദ്ധീകരണം വേറെ, ശുദ്ധീകരണം വേറെ. ശുദ്ധീകരണം അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ, വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ, സ്തോത്രം, ആത്മമണവാളനായ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ജാതികൾ എന്ന വഴിപാടെന്ന് പറയുന്നതിനകത്ത് ഒരു വലിയ പ്രാധാന്യമുണ്ട്. ജാതികൾ എന്ന വഴിപാട് കർത്താവിന് വെച്ചാൽ ഞാൻ അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നാളെ പറയാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിശകലനം വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കണം. വിശുദ്ധീകരണത്തിന് ഗൗരവം കുറയ്ക്കരുത്. ആത്മീയ ജീവിതം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഗൗരവമുള്ളതാണ്. നിങ്ങൾ അവിടെ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് എത്ര പ്രധാനമാണോ, നിങ്ങളുടെ ഒഫീഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് എത്ര പ്രധാനമാണോ, നിങ്ങളുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് എത്ര പ്രധാനമാണോ, അതിനേക്കാൾ പ്രധാനമായിരിക്കണം നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ്. നിങ്ങൾ ജോലി ചെയ്താൽ കിട്ടുന്നത് നല്ല ശമ്പളം കിട്ടുന്നുണ്ടാവും. പക്ഷേ പ്രിയപ്പെട്ടവര്, അത് താൽക്കാലികമാണ്. നിങ്ങളുടെ കുടുംബജീവിതം അത് നിങ്ങൾ പ്രധാനമായിട്ട് കാണണം. കുടുംബത്തെ പരിപാലിക്കണം. പക്ഷെ ഒരു ദിവസം കുടുംബത്തെയും വിട്ടു പോയിട്ട് വരും. എന്നാൽ നിത്യജീവന് വേണ്ടിയുള്ള ഒരുക്കം അത് മാത്രമേ നിലനിൽക്കുന്ന ഫലമായിട്ടുണ്ടാകുകയുള്ളൂ. ഇവിടെ നമ്മൾ നേടുന്നതെല്ലാം നഷ്ടമാകും. എന്നാൽ അവകാശം എന്ന പ്രതിഫലം, ഏതാ അവകാശം? കൂട്ടവകാശം. യേശു ക്രിസ്തുവിനോട് കൂട്ടവകാശം എന്ന പ്രതിഫലം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അതിനായുള്ള ഒരുക്കമാണ് നമ്മുടെ ആത്മീക ജീവിതം. ക്രിസ്ത്യ ജീവിതത്തെ മത്സര ഓട്ടത്തോടും
യുദ്ധത്തോട് ഉപയോഗിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇത് വി ഹാവ് ടു ലീവ് ആൻ ആക്റ്റീവ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ പ്രാക്ടിക്കൽ ലൈഫ് എന്ന് ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യൻ ലൈഫ് ഒരു പ്രായോഗിക ജീവിതമാണ്. നമുക്ക് സ്തോത്രം കർത്താവിന് വേണ്ടി ഒരുങ്ങാം. കർത്താവ് വരാറായി. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ വിശുദ്ധീകരണത്തെ ഗൗരവമായി കാണാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വന്ദനം. സ്തോത്രം.